ഇന്ന് അനേകർ യാത്രയിൽ കേൾക്കുന്നവരുണ്ട്, അനേകർ ഇന്ന് ജോലി സ്ഥലത്തിരുന്ന് കേൾക്കുന്നവരുണ്ട്. എവിടെ ഇരുന്നായിക്കോട്ടെ, രാത്രിയിലോ ഭവനത്തിലോ എവിടെ ഇരുന്നിരുന്നാലും ജോലി സ്ഥലത്തിലായിരുന്നാലും കർത്താവിൽ നമ്മൾ വളരുകയാണ്. ക്രിസ്തു യേശുവിൽ നമ്മൾ അനുഗ്രഹമായി തീരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവാത്മാവ് സകലത്തെയും സൂക്ഷിക്കുന്നല്ലോ, ദൈവാത്മാവ് സകലത്തെയും ഇന്ന് അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്കിനി രോഗത്തിനോ രോഗാത്മാവിനോ രോഗശക്തിക്കോ എൻ്റെ മേൽ അധികാരമില്ല. എനിക്ക് സമൃദ്ധിയിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ദാരിദ്ര്യത്തിൽ എൻ്റെ മേൽ അധികാരമില്ല. ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ നിന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ നമുക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും എനിക്ക് ഒരു ദോഷവും വരത്തില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ എനിക്ക് പരിപൂർണ ജയമാണ്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും ഇന്ന് രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. എന്നോട് തുടക്കത്തിൽ തന്നെ കർത്താവ് ഒരു സതി എന്നു പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. 2 തലമുറകൾ ഈ സതി എന്ന് പറഞ്ഞ വ്യക്തിക്കുണ്ട്. മൂത്തത് ഒരു പെൺകുട്ടിയാണ് ഈ സതിക്കുള്ളത്. ആ സതിയുമായി ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് ആ കുടുംബത്തെ കർത്താവത്തോട് സതി എന്ന് പറഞ്ഞ എനിക്ക് അറിയാവുന്ന ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് മൂത്തത് മോളും ഇളയത് മോനുമാണ്. ഇപ്പൊ വിശ്വാസത്തിൽ വന്നിട്ട് 2 വർഷം ആയതേ ഉള്ളൂ. ഒരു ഹസ്ബൻഡില്ല, മരിച്ചുപോയി. അവർക്ക് വഴിയുടെ പ്രശ്നത്തിലാകെ ഭാരത്തിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥനയോട് പറഞ്ഞത് അയച്ചു കൊടുക്കണം. കർത്താവ് ഈ വീഡിയോ ക്ലിപ്പ് അവർക്ക് അയച്ചു കൊടുക്കണം. കർത്താവ് തുടക്കത്തിലേ പറഞ്ഞാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകണം. ഈ ദിവസങ്ങളിൽ തളർന്നു പോകരുതെന്ന് പറയണം. കർത്താവിൻ്റെ പ്രവൃത്തി അടുത്തിരിക്കുന്നു, തൊട്ടടുത്ത് വന്നിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ബലപ്പെടുവാൻ പറയാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. നമ്മുടെ എറണാകുളത്തെ പ്രാർത്ഥനയുടെ ബ്രോഷറാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ എറണാകുളത്തെ ഹോള് റെഡി ആയതുകൊണ്ടും കൊല്ലത്ത് വരും ദിവസങ്ങളിൽ കൊല്ലത്തും അതുപോലെ തന്നെ കോട്ടയത്തെയൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കത് ഒരുമിച്ച് ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനേക രോഗികൾ, അനേക തകർന്നവർ കർത്താവ് അവരെ തൊടുവാനും ഒക്കെയും ദൈവം ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവൃത്തി ഞാൻ എന്നോട് പറഞ്ഞല്ലോ. നിങ്ങൾ ഈ പ്രാർത്ഥനകളിൽ നിങ്ങളെ ക്ഷണിക്കുന്നതിൻ്റെ കാരണം എനിക്ക് നല്ല ഉറപ്പാണ്. കർത്താവ് തൻ്റെ പ്രവചന ആലോചനയുടെ നിങ്ങൾ എവിടെയാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് ആ തടസ്സങ്ങളെ നീക്കുവാനും ബന്ധനങ്ങളെ പൊട്ടിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാനും ഒക്കെയും ദൈവം പ്രാർത്ഥനകളെയും കൂട്ടായ്മകളെയും ഉപയോഗിക്കും. നമ്മൾ ഈ സൂമിൽ കൂടുന്നത് പോലെ തന്നെ ഫിസിക്കലി നമ്മൾ ഒരുമിച്ച് കൂടുന്നതാണ്. അത് വലിയ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ മക്കൾ ഒത്തുകൂടുന്നത് വലിയ അനുഗ്രഹമാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കണം. ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മൾ തുടർമാനമായിട്ട് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് വരുന്നു. ഇന്നലെ കേട്ട വചനഭാഗം എന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർമ്മയുണ്ടോ? സോറി, വചനഭാഗമല്ല, വചനചിന്ത. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താണ്? അപ്പൊ വിശ്വാസി എന്ന പേര് പറഞ്ഞൊരു വ്യക്തി മന്ത്രവാദിക്കെടുത്തോ മറ്റെവിടെയെങ്കിലുമൊക്കെ കർത്താവിൻ്റെ ദൈവവചനത്തിന് വിരോധമായൊരു പ്രാർത്ഥനയ്ക്ക് പോയാൽ അവൻ്റെ ഒപ്പം പോയി ഇരിക്കൽ, അവന് വേണ്ടി പ്രാർത്ഥന, അവനെ വെറുക്കരുത്, അവനെ സ്നേഹിക്കണം. പക്ഷെ അവനോട് എന്ത് ചെയ്യരുത്? പറയണം.
പറയാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്. നിന്റെ കുടുംബം മുടിയാൻ വരെ സാധ്യതയുള്ള പരിപാടിയാണ് നീ ചെയ്യുന്നത്. കാര്യം നീ പിശാചിനെ വീടിൻ്റെ അകത്തോട്ട് വിളിച്ചു കയറ്റുകയാണ്. നീ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അത് നിനക്ക് ഇപ്പോൾ സന്തോഷം തരുമായിരിക്കും, ഇപ്പോൾ ഒരു ആശ്വാസം. പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, താൽക്കാലിക ആശ്വാസം കൊടുത്ത് അവൻ എന്ത് ചെയ്യും, ഉയർത്തിക്കൊണ്ടുവന്ന് താഴേക്ക് തള്ളിവിടുന്നൊരു പരിപാടിയാണ് അവനുള്ളത്. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും നടന്നില്ലെന്ന് വരാം, ചിലപ്പോൾ ഇപ്പം നടക്കും, ഇല്ലെങ്കിൽ നടന്നില്ലെന്ന് വരാം. പക്ഷെ നിരാശപ്പെടരുത്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആർക്കും തടുക്കുവാൻ കഴിയാത്ത രീതിയിൽ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ഉറപ്പായും പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. ദൈവാത്മാവ് സ്ഥലത്തിലും സൂക്ഷിക്കുന്നില്ല. നാം ഇന്നെടുക്കാൻ പോകുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഒരു 3-4 ദിവസം കൂടുതൽ എടുത്തെന്നിരിക്കും ഈ വചനചിന്ത. ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ച എന്താ പറയുന്നത് ഒരു സംശയമാണ്. അപ്പോൾ ആ സംശയം അപ്പം ഞാൻ ആലോചിച്ചു, ആദ്യമൊക്കെ അത് എന്താ പറഞ്ഞത്, കുറേ ആൾക്കാരിങ്ങനെ സംശയം പോലെ ചോദിച്ചപ്പോൾ ഞാനത് മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒത്തിരി ആളുകൾക്കകത്തൊരു സംശയം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഒത്തിരി ആൾക്കാർക്കകത്ത് സംശയങ്ങളെ കൊണ്ടിടുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അറിയണം, അത് നമുക്ക് വേണ്ടതാണോ ചെയ്യേണ്ടതാണോ എന്നൊരു പ്രാർത്ഥനയാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലുള്ള ഒരു വചനം പോലും നിങ്ങൾ മിസ്സാക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഈ വചനങ്ങളിൽ മുഴുവനും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ, ആ ഒരു ക്ലാസ് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളെ നിങ്ങൾ മുറങ്ങാതെ അത് കാണാൻ ഇടയായിത്തീരണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് ഒരുമിച്ച് നമുക്ക് ആ വചനങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. പരിചിതമായ വാക്യമാണ്, നമ്മൾ ഇന്നലെ കേട്ടതുപോലെ തന്നെ ഇണയില്ല പിണ കൂടരുന്ന് കേട്ടു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. ഞാൻ ആ വാക്യം ഇന്ന് ഞാൻ ലേറ്റായിപ്പോയതിന് എനിക്ക് മിക്ക വചനങ്ങളൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇച്ചിരി നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഓക്കെ, ഞാൻ ആ വാക്യം ഒന്ന് റെഡിയാക്കിയോട്ടെ. എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം തന്നെയാണ്. ഇവിടെ വചനത്തിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യമാണ് ഇന്നിവിടെ ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, കർത്താവ് അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കർത്താവിൻ്റെ മറുപടി ഇതാണ്. അവരവരോട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, ശ്രദ്ധിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ പ്രാർത്ഥന നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി ഞങ്ങൾക്ക് തരണമേ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടിരിക്കുന്ന ഏവനോട് ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഈ പ്രാർത്ഥന അറിയാവുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഈ പ്രാർത്ഥന അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒത്തിരി ചോദ്യം വന്നു, ബ്രദറെ, ഈ പ്രാർത്ഥന നിർബന്ധമായും ചൊല്ലേണ്ട പ്രാർത്ഥനയാണോ? ഈ പ്രാർത്ഥന നമുക്ക് മുന്നോട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവസവും പറയേണ്ട ഒരു പ്രാർത്ഥനയാണോ? നിങ്ങൾ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചു, ഒത്തിരി ആൾക്കാരിൻ്റെ അകത്ത് കാര്യങ്ങളെ ഒത്തിരി ഡൗട്ടുകൾ ചോദിച്ചു. അപ്പോൾ ഈ ഡൗട്ടുകൾ ഒത്തിരി വന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി നമുക്കൊരു വചന ധ്യാനമായിട്ട് തന്നെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇത് വ്യാഖ്യാനിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുക. അപ്പോൾ ഒരു 3-4 എത്ര ദിവസം ഇത് ഒറ്റയടി കേൾക്കേണ്ടതല്ല. 3 കാര്യങ്ങൾ നമുക്കിതിനകത്തുള്ളത്. ഒന്ന്, ദൈവത്തിൻ്റെ രാജ്യം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, കർത്താവിൻ്റെ ഇഷ്ടം. 3, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊരു വാക്കാണ്. 3 കാര്യമാണ്: പാപക്ഷമ, ദൈവരാജ്യം, ഇഷ്ടം. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. കർത്താവേ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അടുത്ത വാക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ മത്തായിലൊരു വാക്യമുണ്ട്, ഇതേ വചനം തന്നെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയണം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും കിട്ടും.
അതിൻ്റെ തൊട്ട് മുകളത്തെ വാക്യത്തിൽ പറഞ്ഞു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതൊക്കെയും അറിയുന്നുവല്ലോ. അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായിട്ട് തന്നെ വിചാരപ്പെടുന്നില്ല. അപ്പോൾ ഈ വചനം നോക്കണം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ഇനി നമ്മൾ ആദ്യം പോവുകയാണ്. അപ്പോൾ കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിക്കാൻ കാരണം ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നിങ്ങളെപ്പോഴും ഓർത്തോണം, ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എല്ലാം യേശുക്രിസ്തു പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ കേൾവിക്കാരായിട്ട് ഏറ്റവും കൂടുതലുള്ളത് യഹൂദന്മാരാണ്. ബൈബിളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് പുത്തനെരിശലേമാണ് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവ് നീ ഇപ്പോഴാണോ ഈ രാജ്യത്വം സ്ഥാപിക്കുന്നതെന്നും യേശു ദാവീദിൻ്റെ അഴിഞ്ഞുപോയ കൂടാരം പണിയുമെന്നും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ പറയുന്ന ദൈവരാജ്യമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടാണ്. പുത്തനെരിശലേം എന്ന് പറയുന്നതും കർത്താവിൻ്റെ വാഴ്ചയെപ്പറ്റി പറയുന്നതും ഈ ദൈവരാജ്യം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. എന്നാൽ പല പഠിപ്പീരുകളും നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് വരാൻ പോകുന്ന ഒരു രാജ്യത്തെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നാണ്. അല്ല, കേട്ടോണം, ഇന്ന് മുഴുവൻ ശ്രദ്ധിച്ചോണം. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം, ഇനി നമുക്ക് ഈ പ്രാർത്ഥന ആവശ്യമുള്ള പ്രാർത്ഥനയാണോ, നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചിന്തിക്കാം. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ശ്രദ്ധിച്ചിരുന്നോണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ വചനത്തിൻ്റെ അടിസ്ഥാനം കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടുവാനിടയായിത്തീരും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രാർത്ഥനയിലുള്ള എല്ലാ സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വർഗീസ് ബ്രദർ ആയിക്കോട്ടെ, അജാസ്റ്റർ ആയിക്കോട്ടെ, ഇവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തവണ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, 2 തവണ പറഞ്ഞു, 3-ാം തവണ പ്രാർത്ഥനാ വിഷയമായിട്ട് വരുമ്പോൾ തിരിച്ചെന്ത് ചെയ്യണം, പറയണം, തന്നെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഈ സൂം പ്രയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി. എനിക്കറിയാവുന്ന സകല പ്രവാചകന്മാരെ ഞാൻ വിളിച്ചു, സകല ബ്രദർമാരെ ഞാൻ വിളിച്ചു, ആരും കോൾ എടുക്കുന്നില്ല, ആരും എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, ആരും എനിക്കൊരു മറുപടി തരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നടുവഴിയിൽ നിൽക്കേണ്ട ഒരവസ്ഥ, മണിക്കൂറുകളോളം ഞാൻ ആ വഴിയിൽ നിന്നു, ബൈക്ക് നിർത്തിയിട്ട് കുറേ നേരം ഞാൻ ആ വഴിയിൽ നിന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഞാൻ ആരെ വിളിക്കും, ആരോട് സംസാരിക്കും, എൻ്റെ ഈ പ്രശ്നത്തിൽ എന്നോട് എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് മുന്നോട്ട് നടക്കും. അന്ന് എന്നോട് കർത്താവ് ഇടപെട്ട്, അല്ലെങ്കിൽ ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, കർത്താവ്, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കണം, എനിക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം, എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്നറിയാവോ, ഈ ബ്രദർമാരെയും ഈ സിസ്റ്റർമാരെയും ഇവരൊക്കെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവരിൽ ആശ്രയിച്ചിരിക്കേണ്ടി വരും. ഇവർ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വളരണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരാൻ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളെ ബലപ്പെടുത്താനും എൻകറേജ് ചെയ്യുവാനും വേണ്ടിയാണ് ഈ സഹോദരന്മാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വചനം, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചിട്ട് നിങ്ങളും ആ കൂട്ടത്തിൽ വചനം പറയണം. നിങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൈയും കെട്ടിയിരിക്കരുത്. നിങ്ങൾ ആ സമയം മുതൽ വചനം പ്രഖ്യാപിക്കണം. ആ സമയം മുതൽ നിങ്ങൾ കർത്താവിൽ ബലപ്പെടണം. ഇനി ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബ്രദർ, എനിക്ക് അതേപോലത്തെ ഒരു മാനസികാവസ്ഥ, ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യരുത്, വളരാനുള്ള അവസരത്തെ തടയരുത്. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, നമ്മളെല്ലാവരും എല്ലാ ബ്രദർമാരുടെയും പുറകെ കിടന്ന് കറങ്ങുന്നത്. ഈ കറക്കം നിർത്തിയിട്ട് ക്രിസ്തുവിൽ വളരണം. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് വചനത്തിൻ്റെ അറിവുകൾ. ഇനി ശ്രദ്ധിച്ചോണം, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, വരണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രാജ്യം വന്നോ ഇല്ലയോ? രാജ്യം വന്നിട്ടുണ്ടോ ഇല്ലയോ? അപ്പൊ വരാത്ത ഒരു രാജ്യത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം വന്നിട്ടില്ല. അങ്ങനെ രാജ്യം വരാത്തത് കൊണ്ട് അവിടെ പറയുകയാണ്, നിന്റെ രാജ്യം വരണമേ. ശ്രദ്ധിച്ചോണം, നിന്റെ രാജ്യം വരണമേ എന്നൊരു പ്രാർത്ഥന നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടില്ല? ദൈവരാജ്യം വന്നിട്ടില്ല. അപ്പൊ ദൈവരാജ്യം വരണമെങ്കിൽ നമുക്ക്, ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ദൈവരാജ്യം? ഒറ്റ വാക്യം നിങ്ങൾക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ദൈവരാജ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും പറയാൻ പറ്റും? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അതാണ് ഇതാന്ന് പറയാറ്. നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട്
എന്താണ് ദൈവരാജ്യം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ ചേരുന്നതാണ്. ഈ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് ദൈവരാജ്യം കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, നമ്മളിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെയാണ് നമുക്കറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് ദൈവരാജ്യം എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നീതിയും സമാധാനവും അപ്പം നിങ്ങൾക്കറിയാം, അവിടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ് ദൈവരാജ്യം. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം കണ്ടോ, ബൈബിളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് ദൈവരാജ്യം. ദൈവരാജ്യം ഭക്ഷണവുമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിൽ ഉള്ള സന്തോഷവും. ശ്രദ്ധിച്ചോണം, പരിശുദ്ധ ആത്മാവിൽ, ശ്രദ്ധിച്ചോണം, ഇൻ ദ ഹോളി സ്പിരിറ്റ് കൊടുത്തേക്കുന്നത് ദ ജോയ് ഓഫ് ദ ഹോളി ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിൽ ഉള്ള സന്തോഷം. അപ്പം പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷവും നീതിയും സമാധാനവും ചേരുന്നതാണ് ദൈവരാജ്യം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അപ്പം നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ നീതി വരണം, സമാധാനം വരണം, പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷം വരണം. അപ്പം ഇത് 3ഉം വരുന്നത് എപ്പോഴാണോ അപ്പോൾ ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പം നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ കർത്താവിൻ്റെ അല്ലെങ്കിൽ പുത്തൻ യെരൂശലേം ഭൂമിയിലേക്ക് വരും, യേശു വീണ്ടും രാജാവായി ഭൂമിയിലേക്ക് വരും, അന്ന് നമുക്ക് രാജ്യം കാണാൻ പറ്റും. ആ രാജ്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യം. ഈ ദൈവരാജ്യത്തെപ്പറ്റി റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ് ദൈവരാജ്യം. ഇനി ഞാൻ മറ്റ് ചില വാക്യങ്ങൾ നിങ്ങൾക്കൊന്ന് എടുത്തു കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ ഇടയായിത്തീരും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ 12-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഞാൻ വേഗത്തിൽ അതിലോട്ടൊന്ന് ഓടിപ്പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കി, യേശു പറയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയോണം, യേശു പറയുകയാണ് ഞാൻ പരിശുദ്ധ ആത്മാവിനാൽ. ഇനി ഈ വാക്ക് തന്നെ ലൂക്കോസിൽ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? ഈ ലൂക്കോസിൻ്റെ 11-ലേക്ക് താഴേക്ക് വരുമ്പോൾ ഇതേ വാക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അവർ ചോദിക്കുന്ന സമയത്ത് ഇതേ വാക്ക് തന്നെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. നോക്കിയേ, എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഇനി മത്തായിൽ നോക്കിക്കേ, മത്തായിൽ എന്നാ പറഞ്ഞേക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിയേ, മത്തായിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ദൈവാത്മാവിനാൽ. ലൂക്കോസിൽ പറയുന്നു ഞാൻ ദൈവശക്തിയാൽ. ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണോ? നിങ്ങൾ പറ, എഴുതിയപ്പോൾ അവിടെ തെറ്റിപ്പോയതാണോ? എഴുതിയ സമയത്ത് ലൂക്കോസിനോ മത്തായിക്കോ ഇവരിൽ ആർക്കായിരിക്കും തെറ്റിയിരിക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നോക്കിയ 2 സ്ഥലത്തും ഒരു വാക്ക് മിസ്സിംഗ് ആണ്. അതായത് ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവുണ്ട്, ബാക്കിയെല്ലാം കറക്റ്റാണ്. മത്തായിൽ പറയുന്നു ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയാൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. പക്ഷെ ലൂക്കോസിൽ എഴുതിയപ്പം ശക്തി കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ തന്നെയാണ് പലയിടങ്ങളിൽ ശക്തിയായിട്ട് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്? ഈ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, യേശു എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ബൈബിൾ ഒരു പസിൽ പോലത്തെ പുസ്തകമാണ്. നമ്മൾ അറിയാത്ത വലിയ ചുരുള് പോലെയുള്ള അല്ലെങ്കിൽ ഒരു ചുരുളാണ് ബൈബിൾ. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് നമുക്ക് ഈ സത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ. അല്ലാതെ സാധാരണ ഒരു വ്യക്തി വായിച്ചപ്പോൾ നിങ്ങൾ കർത്താവേ, സ്വർഗത്തിലെ ദൈവരാജ്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണേ. അപ്പോൾ എന്താ രാജ്യം? നമ്മൾ ഓർക്കുന്നിരിക്കുന്നത് കർത്താവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യോഹന്നാൻ്റെ സുവിശേഷം നമുക്കെടുക്കാം. കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം ഞാൻ ഇന്ന് തുടക്കി വെച്ചേ പോകത്തുള്ളൂ. എനിക്കറിയാം 3-4 ദിവസം നമ്മൾ ഇതിൻ്റെ കൂടെ പുറകെ കർത്താവിൻ്റെ കൃപയിൽ പോവുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇതൊന്ന് മനസ്സിലാക്കി എടുക്കുവാൻ? നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കിത് ബ്രദറെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റഡി നേരെ മാറ്റി വെക്കാം. എന്നാ ഇനി കേട്ടോ, ഇനി യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് ചാടിപ്പോകാം. അവിടെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. രോഗികളായിരിക്കുന്നവർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കർത്താവിൻ്റെ ആലോചനകളെ കൈമാറുവാൻ ദൈവാത്മാവ് ഇടയാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ കർത്താവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് നമുക്കറിയാം, അവിടെ കർത്താവിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു വാക്യം, യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നിന്നെ വിട്ടയപ്പാൻ പീലാത്തോസ് പറയാണ്, നീ യഹൂദനോ? നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. ശ്രദ്ധിച്ചേ, എന്താണ് ഈ ഐഹികമല്ല എന്നവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അറിയാമോ? പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ബൈബിള് ആദ്യ കാലഘട്ടത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരല്ല, വലിയ പണ്ഡിതന്മാരാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പം ഇവരിങ്ങനെ വലിയ വലിയ കടികെട്ടിയ വാക്കുകൾ ബൈബിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഈ പ്രത്യേകിച്ച് സത്യവേദ പുസ്തകത്തിൽ ഭയങ്കര കടികെട്ടിയ വാക്കുകൾ, അനർക്കല നിർക്കല എന്നൊക്കെ പറഞ്ഞ വലിയ കടികെട്ടിയ വാക്കുകളുണ്ട്. അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അന്ന് അറിയാവുന്നതും മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എഴുത്തും വായന അറിയാവുന്ന ആൾക്കാർ മുഴുവൻ പണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ. അപ്പം ഇവരെഴുതിയപ്പോൾ ഭയങ്കര കഠിനകട്ടിയ വാക്കുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വാക്കിൻ്റെ അകത്തുനിന്നും അവർ പലപ്പോഴും എന്ത് ചെയ്തു, എഴുതി വെച്ചപ്പോൾ നമുക്ക് പല വാക്കുകളും നമ്മൾ അർത്ഥം അറിയാത്തത് കൊണ്ട് നമ്മൾ പറയത്തില്ല, അതങ്ങ് വിഴുങ്ങി. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇനി മലയാള ഭാഷയുടെ അർത്ഥം അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്താണ് ഈ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? അവിടെ സന്ദർഭമായിട്ട് ചേരുന്ന അർത്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ, അതായത് നമുക്കറിയാലോ ഇംഗ്ലീഷിൽ നിന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, അതായത് ഈ ഒറ്റ വാക്കിൽ തന്നെ കർത്താവ് പറയാണ്, ഇത് നീ കാണുന്ന ലോകത്തിലെ പോലെയല്ല. അത് കർത്താവ് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങളിപ്പം എന്നോട് പറയുന്നത് ഇത്, അതായത് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് വേൾഡ്, അതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ പോലെ അല്ല. അതാ അതിൻ്റെ അർത്ഥം. നമുക്ക് പെട്ടെന്ന് ഐഹികമല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങ് ഒത്തിരി പോയി. ഇൻ ദിസ് വേൾഡ്, നീ ആയിരിക്കുന്ന ഈ രാജ്യം പോലെ അല്ല എൻ്റെ രാജ്യം. ശ്രദ്ധിച്ചോണം, എൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം യേശുവിൻ്റെ ചേവകരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോലെ ഈ തോക്കും വാളും കുന്തവുമായിട്ട് വരുന്ന മനുഷ്യൻ്റെ പടയാളിയല്ല, ദൂതന്മാരാണ് യേശുവിൻ്റെ പടയാളികൾ. അതായത് ഈ ലോകം പോലെയല്ല എൻ്റെ ലോകം. അതായത് എൻ്റെ ലോകം അദൃശ്യമാണ്, നിന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റുന്നതല്ല. അവിടുത്തെ പടയാളികളെ, അവിടുത്തെ യുദ്ധവീരന്മാരായ കെരൂബുകളെ, ദൂതന്മാരെ, സറാഫുകളെ നിനക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ നിനക്ക് എൻ്റെ രാജ്യം കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയാവോ? എൻ്റെ രാജ്യത്തെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ 12 പറയുന്ന വാക്ക് നോക്കി, അത് ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ഇവിടെയുണ്ട് ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യം നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ ദൈവരാജ്യം കാണാൻ പറ്റും? അപ്പൊ ഭൂതങ്ങൾ പുറത്തു പോകുമ്പോ, ഭൂതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഭൂതങ്ങൾ പുറത്താക്കുമ്പോൾ ഓർത്തോണം ദൈവരാജ്യം വന്നു. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ബ്രദറെ മത്തായിയിൽ പറയുന്നുണ്ടല്ലോ, കർത്താവേ നിന്റെ രാജ്യം വരണമേ. ലൂക്കോസിൽ പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ പിതാവേ നിന്റെ രാജ്യം വരണമേ. ഈ വചനം മറന്നുപോലെ, 20 മറന്നുപോലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ പിതാവേ നിന്റെ രാജ്യം വരണമേ. നിങ്ങൾ ഈ വാക്യം നോക്കണം, നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നല്ലോ, നിന്റെ രാജ്യം വരണമേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ രാജ്യം പുത്തൻ യെരൂശലേമിനെ പറ്റി അല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു പറയത്തില്ല
എന്താ പറയത്തില്ല, ഭൂതങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഭൂതങ്ങൾ യേശുവിന്റെ നാമത്തിൽ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, ദൈവരാജ്യം ഇവിടെ വന്നിരിക്കുന്നു. ആമേൻ. അടുത്തത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മൾ നാളെ ചിന്തിക്കാൻ പോകുന്നത് ഈ കാര്യമാണ്. ഇനി ഈ വാക്ക് നിങ്ങൾ നോക്കണം, നിന്റെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഇപ്പൊ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് ഹലോഡ് ബി ദ നെയിം എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം സമർപ്പിക്കപ്പെട്ട നാമം. ഇംഗ്ലീഷ് നോക്കിയാൽ മതി, സമർപ്പിക്കപ്പെട്ട നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അർത്ഥങ്ങൾ ഒത്തിരി വ്യത്യാസം വന്നതുകൊണ്ടോ, ഞാൻ പറഞ്ഞ അർത്ഥമല്ലോ, നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ഭാഷ നോക്കിയാൽ മതി. ഒന്ന്, നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ എന്താ ദൈവരാജ്യം? നീതി, സമാധാനം, പരിശുദ്ധാത്മാ, ഇത് മൂന്നും വന്നിട്ടുണ്ടോ? ദൈവരാജ്യം വന്നു. ഇനി നീതി വെളിപ്പെടണം, സമാധാനം വെളിപ്പെടണം. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് എന്ത് നിർമ്മിച്ചെന്നാ പറഞ്ഞത്? എന്ത് നിർമ്മിച്ചെന്നാ പറഞ്ഞത്? കണ്ടോ? അപ്പൊ എന്തിനു വേണ്ടിയാ കർത്താവ് സമാധാനത്തെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിർമ്മിച്ചത്? എന്തിനു വേണ്ടിയാ? ദൈവരാജ്യം പണിയാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് സമാധാനം. ഇനി അപ്പൊ ഒന്നാമത്തെ ഘടകം എന്തുവാ? അപ്പൊ ഒന്നാമത്തെ, ഇനി എല്ലാവരും ഇനി ഒരു മൈക്ക് മ്യൂട്ട് ചെയ്തു. ഇനി ശ്രദ്ധിച്ചോണം, ഒന്നാമത്തെ ഘടകം നീതിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റോമാലേഖനം 5-ാം അധ്യായം വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല, ഈ ഏറ്റെടുത്ത വാക്യം നോക്കി, പാപമറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ശ്രദ്ധിച്ച, അപ്പൊ എന്ത് വെളിപ്പെടാൻ വേണ്ടിയാ? നീതി വെളിപ്പെടേണ്ടതിന്. നോക്കിയേ, അപ്പൊ ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ അടിത്തറ എന്ന് പറഞ്ഞാൽ നീതിയാണ്, രണ്ടാമത്തെ അടിത്തറ എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. അപ്പൊ ക്രൂശിൽ ദൈവം എന്ത് ചെയ്തു? പാപം അറിയാത്ത യേശുവിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടേണ്ടതിന് കർത്താവിനെ യേശു ക്രിസ്തു പാപമാക്കി. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്തു? യേശു നമ്മുടെ പാപത്തെ ചുമന്നുവെങ്കിൽ കർത്താവിൻ്റെ മരണത്തോടുകൂടെ നീതി സ്ഥാപിക്കപ്പെട്ടു. ഇനി രണ്ടാമത്തത്, എഫേസ്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി. ശ്രദ്ധിച്ചോണം. അപ്പൊ രണ്ട് കാര്യം കിട്ടി. ഇനി മൂന്നാമത്തെ ഘടകം എന്തുവാ? മൂന്നാമത്തെ ഘടകം എന്തുവാ? മറന്നുപോയോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇത് രണ്ട് കാര്യവും വന്നോ? ഇത് രണ്ടും വന്നു. അപ്പൊ ഇനി ഞങ്ങൾ നേരെ ലൂക്കോസിലോട്ട് ഞാൻ പോവാണേ. ലൂക്കോസിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം. അത് നമുക്ക് നാളെ കേൾക്കാൻ വേണ്ടി പോവാണ്. എന്താണത്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഈ വാക്കുകൊണ്ട് തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. പാപം ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ നോക്കി, ഈ വാക്യം നോക്കി, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇനി ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ കൊരിന്ത്യർ ലേഖനം പറ, പാപം അറിയാത്തവനെ അവനിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടേണ്ടതിന് ദൈവം അവൻ നമുക്ക് വേണ്ടി പാപമായി. അപ്പൊ നമുക്ക് പാപക്ഷമ കിട്ടിയോ ഇല്ലയോ? നിങ്ങൾ പറ, പാപക്ഷമ കിട്ടിയോ ഇല്ലയോ? കിട്ടി. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, കർത്താവേ ഈ പ്രാർത്ഥന ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? പാപക്ഷമ കിട്ടിയോ അതോ കിട്ടണമെന്നാണോ? അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു ചോദ്യം, കർത്താവ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന അവിടെ പറഞ്ഞത്? ഈ സമയത്ത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല. യേശു ക്രൂശിൽ മരിക്കാത്തോടത്തോളം കാലം ആ പ്രാർത്ഥന സർവരാജ്യം വരണം. കാര്യം എന്തുവാ? ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? 3 കാര്യം വേണം. ഒന്ന്, നീതി വേണം. നീതി വേണമെങ്കിൽ യേശു ക്രൂശിൽ പാപസംബന്ധമായിട്ട് മരിക്കണം. 2, സമാധാനം വേണമെങ്കിലോ? ആ വാക്യം ഒന്ന് പെട്ടെന്ന് എടുക്കാവോ. എഫേസ്യ ലേഖനം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ്, കൊലോസിലിരിക്കുന്ന ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനത്തെ ഉണ്ടാക്കി. അപ്പൊ ക്രൂശിൽ ഈ സമയത്ത് യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞോ? ഈ സമയത്ത് യേശു ക്രിസ്തു ക്രൂശിൽ രക്തം ചൊരിഞ്ഞോ? പറ.
ഇപ്പൊ ചൊരിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെല്ലാം എന്തുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു? കർത്താവേ, നിന്റെ രാജ്യം വരണം. കാര്യം എന്തുവാ? യേശു ക്രൂശിൽ മരിക്കാതെ എങ്ങനെയാണ് നീതി വെളിപ്പെടുന്നത്? യേശുവിൻ്റെ രക്തം ക്രൂശിൽ ചൊരിയാതെ എങ്ങനെയാണ് സമാധാനം വെളിപ്പെടുന്നത്? ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ നോക്കി കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് ആ വാക്യം അല്ലേ, കൊലോസ്യ ലേഖനത്തിൽ ആ വാക്യമുണ്ട്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനത്തെ ഉണ്ടാക്കി എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് വേണ്ടി സമാധാനത്തെ കർത്താവ് നിർമ്മിച്ചു. അപ്പം ഈ സമാധാനത്തിലാണ് നിങ്ങളും ഞാനും എന്ത് ചെയ്തത്? ഈ ദൈവരാജ്യം പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും നിന്റെ രാജ്യം വരണമേ, ഇനി നമ്മൾ ഈ രാജ്യത്തിലാണോ, നിങ്ങൾ ഈ രാജ്യത്തിലുള്ളവരാണോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒറ്റയടിക്ക് ഇത് തീരത്തില്ല. ഇത് ഇതാണ് നിങ്ങൾക്ക് ഇത് പയ്യെ നിങ്ങൾക്ക് മനസ്സിലാകണം. പലപ്പോഴും നമ്മളിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പലപ്പോഴും നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നത് പുത്തനെരിശലേമിലേക്കുള്ള ഒരു വരവാന്ന് ഓർത്തുകൊണ്ട് പലരും ഇത് രണ്ടും മിക്സ് ആയിട്ടിരിക്കുക നമ്മുടെ മനസ്സിൽ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഭൂതങ്ങൾ പുറത്താക്കുന്നു എന്ന് നമുക്കിപ്പോഴും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞില്ല, ഭൂതങ്ങൾ യേശു പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ഭൂതങ്ങൾ പുറത്താകുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഭൂതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവശക്തി കൊണ്ട് അത് കീഴ്പ്പെടുന്നത് കൊണ്ടാണ്. ആമേൻ. അപ്പോൾ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു 3 കാര്യങ്ങൾ വേണം. നീതി വേണം, സമാധാനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് വേണം. ഇനി നിങ്ങൾ ഈ വചനം നോക്കി, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാക്യമാണ്. അതാണ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഗ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞൊരു വാക്യമുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ മതി. ഇനി പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, അത് നമ്മൾ ഈ 2 ദിവസം ഈ നാളത്തെ ക്ലാസ്സിലേക്ക് എന്താണ് ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് ഇവിടെ പറയുവാൻ ഇടയായിത്തീരും. അപ്പോൾ നിങ്ങളോട് നോക്കി കാണാൻ പറ്റും. നമ്മൾ ഒന്നാമത് കേട്ട ദൈവരാജ്യം വരണമേ, ലൂക്കോസ് പറയുകയാണ് ദൈവരാജ്യം വരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ശ്രദ്ധിച്ചോണം. ഇനി ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ഇതെല്ലാം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചോണം, ദൈവരാജ്യം വന്നോ? ദൈവരാജ്യം വന്നോ? എന്താ ദൈവരാജ്യം? നിന്റെ ഇഷ്ടം എന്താണ്? ഇനി ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപക്ഷമ വന്നു കഴിഞ്ഞു. ക്രൂശിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ചത് നിമിത്തം നമുക്ക് വേണ്ടി എന്ത് വെളിപ്പെട്ട് കഴിഞ്ഞു? കർത്താവ് നമ്മുടെ പാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചത് നിമിത്തം നമ്മളിനി പാപിയല്ല, കർത്താവിൽ നമ്മൾ ആരാണ്? നീതിമാന്മാരാണ്. അപ്പോൾ ഈ ഒരറിവ് നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഈ ഒരു അറിവ് നിങ്ങളുടെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള ബോധത്തിലേക്ക് നിങ്ങൾക്ക് വരും. ആമേൻ. അപ്പോൾ ഞാനിന്ന് തുടക്കം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ ഈ വാക്യം നോക്കി, ഈ വചനം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? സമാധാനത്തെ ഉണ്ടാക്കി. അപ്പോൾ എന്തിനു വേണ്ടിയാ സമാധാനത്തെ ഉണ്ടാക്കിയത്? പറ, എന്തിനു വേണ്ടിയാ സമാധാനത്തെ ഉണ്ടാക്കിയത്? ദൈവരാജ്യത്തിന്റെ 2ാമത്തെ അടിസ്ഥാനമാണ് സമാധാനം. 1ാമത്തെ അടിസ്ഥാനം നീതി. ഇവിടെ പറഞ്ഞു നോക്കി, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനം ഉണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലതും കർത്താവിനെ കൊണ്ട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം വരണമേ എന്ന് യേശു പഠിപ്പിക്കുവാൻ, ഈ പ്രാർത്ഥന ചൊല്ലണം എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ആ കാലത്ത് ദൈവരാജ്യം അന്ന് വന്നിട്ടില്ലായിരുന്നു. കാരണം എന്നാ? അപ്പൊ ക്രൂശാണ് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം. ഇത് പണിയപ്പെടണമെങ്കിൽ യേശു ക്രൂശിൽ മരിക്കണം. ഒന്ന്, യേശുവിൻ്റെ മരണത്തിലാണ് പാപമോചനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരുടെ പാപത്തെയാണ്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം എനിക്ക് പാപക്ഷമ കിട്ടണമെങ്കിൽ യേശു ചുമക്കണം. യേശു എന്ന് മരിക്കുവോ അന്ന് പാപമോചനം എനിക്ക് ലഭിക്കും. നീതിമാൻ. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും.
നീതിക്കായി. അതിൻ്റെ അർത്ഥം എന്തുവാ? പാപക്ഷമ കിട്ടിയാൽ പിന്നെ അതിൻ്റെ അർത്ഥം എന്തുവാ? നമുക്ക് പിന്നെ വേണ്ടത് എന്തുവാ? പാപക്ഷമ കിട്ടിയാൽ പിന്നെ എന്നാ വേണ്ടത്? പാപക്ഷമ, നീതി വേണം. അപ്പൊ പാപക്ഷമ കിട്ടിയ വ്യക്തിക്ക് പിന്നെ വേണ്ടത് നീതി. അങ്ങനെയെങ്കിൽ റോമാലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ പറയുന്നത് എന്താ നോക്കി? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച്. യേശു മരിച്ചത്, ഈ വാക്ക് നോക്കി നമ്മൾ എപ്പോഴും പറയുന്ന വാക്യാണ്. നിങ്ങൾ വായിച്ചു നോക്കി, എല്ലാവരും നിങ്ങൾ മ്യൂട്ട് മാറ്റി വായിക്കരുത്, ചുമ്മാ ഒന്ന് വായിച്ച്. കണ്ടോ? ശ്രദ്ധിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ഇനി പാപമോചനം നടന്നോ ഇല്ലയോ? നടന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നേരെ ലൂക്കോസിലോട്ട് ഞാൻ വരുവാണേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്നിനി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? യേശു വന്നോ? യേശു ക്രൂശിൽ, അതിന്റെ അർത്ഥം യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് വരെ ഈ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണം. കാരണം എന്തുവാ? യേശു വന്നിരിക്കുന്നത് രാജ്യം സ്ഥാപിക്കാനാ. യേശു മരിച്ചെങ്കിൽ മാത്രമേ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ഇത് മൂന്നും കൊണ്ടുമാണ് ഈ രാജ്യം സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിക്കണമെങ്കിൽ പാപമോചനം വരണം. ഇത് സ്ഥാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. ശ്രദ്ധിച്ച, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കണം. നമ്മളെ നാളെ അതാ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ്? നടന്നോ ഇല്ലയോ ദൈവത്തിൻ്റെ ഇഷ്ടം? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ പ്രാർത്ഥന എന്തുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പ് ഈ പ്രാർത്ഥന ശിഷ്യന്മാർ ചൊല്ലിക്കൊണ്ടിരുന്നു. കാര്യം രാജ്യം വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നീട് ലേഖനങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും ഈ പ്രാർത്ഥനയെപ്പറ്റി എടുത്തു പറയുന്നില്ല. അതിൻ്റെ കാരണം ഈ പ്രാർത്ഥന ഒരു മോഡലായിരുന്നു. വരാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു മോഡലായിരുന്നു. ഇതിൻ്റെ റിസൾട്ടാണ് പിന്നീട് ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തേക്കുന്നത്? അതിനെ കാണിക്കുന്നത്. അതിന് ഞാനൊരു വാക്ക് പറയാം. ഇനി മുമ്പേ അവൻ്റെ രാജ്യവും നീതി, അത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തെ ക്ലാസ് കഴിയും. നിങ്ങൾക്ക് സംശയങ്ങൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ അയക്കണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇവിടെ നോക്കി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ദൈവരാജ്യം? പറ, എന്താ ദൈവരാജ്യം? അങ്ങനെയെങ്കിൽ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ അന്വേഷിക്കേണ്ടത്? ഏതൊക്കെ അന്വേഷിക്കണം? അപ്പൊ നിങ്ങൾ അന്വേഷിക്കേണ്ട എന്തുവാണ്? നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നാന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് മൂന്നും നടക്കണമെങ്കിൽ യേശു ക്രൂശിൽ മരിക്കണം. അപ്പൊ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് യേശു ക്രൂശിക്കപ്പെട്ടോ, യേശു ഉയർത്തെഴുന്നേറ്റോ, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരണപ്പെട്ടോ, ഇതാണ് അന്വേഷിക്കേണ്ടത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇത് അന്വേഷിച്ചാൽ എന്താ ഗുണം? അതിനോടുകൂടെ എല്ലാം കിട്ടും. അതിൻ്റെ അർത്ഥം ദൈവരാജ്യം വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദൈവരാജ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണ്ട? ഭാരപ്പെടണ്ട. ദൈവരാജ്യം വന്നാൽ ഇനിയാണ് ദൈവരാജ്യം ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തെ നമുക്കൊരു മോൾട്ട് വാക്കിയിട്ട് പോകാവേ. ഈ മത്തായിയുടെ സുവിശേഷം പറയണം, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നീ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, ഇവയൊക്കെയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ആവശ്യമെന്ന് അറിയുന്നല്ലോ. എന്നിട്ട് പറയുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതിൻ്റെ അർത്ഥം ദൈവരാജ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? എന്ത് തിന്നുവെന്നോ എന്ത് കുടിക്കുമെന്നോ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നോ എൻ്റെ കുടുംബം എന്താകുമെന്നോ എൻ്റെ ജീവിതം എന്താകുമെന്നോ ഓർത്ത് വിചാരപ്പെടണ്ട. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ബൈബിളിലൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സകല വിഷയങ്ങളും സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ അറിയിച്ചാൽ മതി. ഫിലിപ്പിയ ലേഖനം നമ്മൾ ഒത്തിരി വാക്യം പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നൊക്കെ മുൻകൂട്ടി യേശു പറയാൻ കാരണം ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ അതൊക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട? വിചാരപ്പെടണ്ട. ഇനി എന്താണ് വിചാരപ്പെടണ്ട എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദർ അപ്പോൾ ഇതിൻ്റെ ടെൻഷൻ ഫ്രീ ആകാൻ എന്നാ വഴി? അതെന്താണെന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിലേക്ക് കേൾക്കാം. ഞാനിത് മുഴുവൻ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയം ഇപ്പോൾ ഓടിപ്പോകുന്നതുകൊണ്ട് ഇത് മൂന്നുമില്ല. ഇപ്പോൾ ഇത്രയും തുടക്കം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം. എനിക്കറിയാം വർഷങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്, എനിക്കറിയാം ദിവസവും ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണിത്. ഇന്ന് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ ചൊല്ലിയ പ്രാർത്ഥനയുടെ അർത്ഥം ഇതായിരുന്നെന്ന്? സംശയമുള്ള ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ?
മനസ്സിലായത്. മനസ്സിലായി ഇപ്പോഴാണ് മനസ്സിലായി. മനസ്സിലായത്. സംശയമുണ്ടോ ആർക്കെങ്കിലും? നാളെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണ് ബ്രദറെ മനസ്സിലായത്. സംശയത്തിന്റെ വചനം വ്യക്തമാക്കി മനസ്സിലാക്കി തന്ന ബ്രദർ. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഇത് കേട്ടതിൽ ബ്രദർ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ബ്രദർ, ഇത്രയും കേട്ടതിൽ. ഇത്രയും നാൾ ഇതൊന്നും അറിയത്തില്ലായിരുന്നു ബ്രദറെ, ഇപ്പോഴാ മനസ്സിലായത്. ഓക്കെ, കുഴപ്പമില്ല, സാറിക്ക് മനസ്സിലായി. ഇനി എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഡൗട്ട് ആർക്കെങ്കിലും വന്നോ? ഇത് അല്ലല്ലോ ബ്രദറെ, എനിക്ക് ഇതിനകത്തൊരു സംശയം ഉണ്ടല്ലോ എന്നൊരു സംശയം ഉണ്ടായാലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന്. അപ്പോൾ ഞാൻ വചനം വെച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് എന്ത് ചെയ്യും, പല ആൾക്കാരും, അതുകൊണ്ടാണ് ശിഷ്യന്മാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വന്നു. ഞാൻ അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൺഫ്യൂഷനാണ് പലപ്പോഴും നമ്മളെയും കൺഫ്യൂഷൻ ആക്കുന്നത്. നമ്മൾക്കറിയാം, പല പരസ്യോഗത്തിലും ആൾക്കാർ വിളിച്ചു പറയും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പല പരസ്യങ്ങൾ കാണാൻ പറ്റും. കവലയിലേക്കുന്നുകൊണ്ട് ആൾക്കാർ പറയും. അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ഈ താഴോട്ട് വാക്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 40ഓളം നാൾ ജീവിച്ചിരുന്നു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ കേട്ട വാട്ടത്തിനായി കാത്തിരിക്കണം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ കർത്താവേ, ഈ കാലത്താണോ ഇസ്രായേലിൽ നിന്നും ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവർ അവനോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം വന്നിട്ടില്ലേ? ശ്രദ്ധിച്ചു നോക്കി. ശിഷ്യന്മാർ യേശു ഉയർത്തിട്ട് ചോദിക്കുകയാണ്, കർത്താവ്, ഈ കാലത്താണോ നീ ഇസ്രായേലിന്, ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനപ്പെട്ടത്? അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ദൈവരാജ്യം എന്ന് യേശു കുറച്ചു മുമ്പേ അല്ലേ പറഞ്ഞത്, ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഇത് ചോദിച്ചത്? അപ്പം ഈ രാജ്യം ഏതാണെന്നറിയാവോ? ദാവീദിൻ്റെ അഴിഞ്ഞുപോയ കൂടാരത്തെ, അതായത് യഹൂദന് വേണ്ടി കർത്താവ് എന്ത് ചെയ്യും, ഒരു വരവും കൂടെ വരുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് പുത്തൻ യെരൂശലേമിൽ. ഇതും അത് നമ്മൾ മിക്സാക്കി പഠിക്കും. ഈ രാജ്യം, അതായത് ശിഷ്യന്മാരുടെ ഇടയിൽ ഇപ്പോഴും സംശയം വന്നു. അതുകൊണ്ടാണ് യേശു വന്ന സമയത്ത് സ്നാപകയോഹന്നാൻ പറഞ്ഞുകൊണ്ട്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ വേറെ ആർക്കും വേണ്ടി കാത്തിരിക്കണോ? ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന രാജാവ് എന്നൊക്കെ പറയുമ്പോൾ ദാവീദിനെ പോലെ കുതിരപ്പുറത്തൊക്കെ വന്ന് അവരോടൊക്കെ യുദ്ധം ചെയ്തതുപോലെ, പഴയ നിയമത്തിൽ കാണുന്ന പോലെ മിഥ്യാസൈന്യത്തോടും ഫെലിസ്ത്യരോടൊക്കെ യുദ്ധം ചെയ്തതുപോലെ യേശു വന്ന് യുദ്ധം ചെയ്ത് റോമാക്കാരെയൊക്കെ തോപ്പിച്ച് അവരുടെ മേൽ അവരെല്ലാം താഴെയിട്ട് യെരൂശലേമിൽ ഇങ്ങനെ ദേവാലയത്തിൽ കയറി കർത്താവ് ഒരു സിംഹാസനമൊക്കെ ഇട്ട് ഇരിക്കുമെന്നാണ് യോഹന്നാൻ പോലും ഇടയ്ക്ക് കരുതിയത്. അദ്ദേഹത്തിന് പോലും കൺഫ്യൂഷൻ വന്നു. ശിഷ്യന്മാർ ഓർത്തിരുന്നറിയും, യേശു നാളെ തന്നെ കുതിരപ്പുറത്ത് വരും, ഇത് മൊത്തം തകർക്കും, ഇസ്രായേലിന് വേണ്ടി രാജ്യം സ്ഥാപിക്കും, ഇസ്രായേലിനെ ഭരിക്കും, ഇസ്രായേൽ ലോകത്തെ മുഴുവൻ എന്ത് ചെയ്യും. ഇതാണ് അവരുടെ ചിന്തയിലും. അപ്പം ഇത് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള, അതിൻ്റെ അർത്ഥം ഞാൻ വരും, ഇസ്രായേലിന് വേണ്ടി ഞാൻ വരും, ഇസ്രായേലിന് വേണ്ടിയും കർത്താവ് വീണ്ടും വരുന്നുണ്ട്. അപ്പം ഈ രാജ്യത്തെ പറ്റി പറയുന്നതും നമ്മൾ മത്തായിൽ പറഞ്ഞ രാജ്യവും തമ്മിൽ രണ്ടാണ്. ശ്രദ്ധിച്ചോണം. മത്തായിൽ പറഞ്ഞ രാജ്യമാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് നീതിയും. ഈ രാജ്യത്തെപ്പറ്റി യേശു പറയും, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ അർത്ഥം ഈ കാണുന്ന വേൾഡ് പോലെയല്ല എൻ്റെ രാജ്യം. എന്നിട്ട് കർത്താവ് പറഞ്ഞ എന്തുവാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് എന്ത് ചെയ്തേനെ, എൻ്റെ ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്നിട്ട് ഇത് മൊത്തം എന്ത് ചെയ്തേനെ. അവർ നിങ്ങൾ നോക്കി ഈ വാക്യം കൊണ്ടോ, എൻ്റെ രാജ്യം ഈ രാജ്യം പോലെയല്ല, ഐഹികമല്ലെന്ന് വെച്ചാൽ ഈ രാജ്യം പോലെയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ, എൻ്റെ ചേവകർ വന്ന് പോരാടുമായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ചേവകർ ആരാ ശരിക്കും പറഞ്ഞാൽ? പത്രോസ് യോഹന്നാൻ നോക്കിയാണോ യേശുവിൻ്റെ ചേവകർ? ആണോ? അപ്പൊ എന്റെ രാജ്യം നീ കാണുന്നത് പോലെ, അതായത് ഞാൻ ദൈവരാജ്യവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഓർക്കുന്നത് എന്നാന്നറിയോ? പുള്ളി ഓർത്തത് പിലാത്തോസ് ഓർത്ത് യേശു രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കിരീടവും കാണുന്നില്ല, ചെങ്കോലും കാണുന്നില്ല. അപ്പൊ പുള്ളി നീ ആണോ യഹൂദന്റെ രാജാവ് എന്ന് വെച്ചപ്പോഴാണ്, അത് നീ കാണുന്ന രാജാവല്ല ഞാൻ. നീ ഓർത്തുകൊണ്ടിരിക്കുന്നത് നിന്നെപ്പോലെ ഞാൻ എന്ത് ചെയ്യുന്നത്, വലിയ പടയാളികളുടെ ബലത്തിൽ നടക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് ദൂത സംഘമുണ്ട്. ഇനി എൻ്റെ രാജ്യത്തെ നിനക്ക് കാണണമെങ്കിൽ എൻ്റെ കൂടെ വാ. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പിശാചുക്കളെ ഓടിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. സ്പഷ്ടം. ഞാൻ പണ്ടൊരു പറഞ്ഞിട്ടില്ലേ, നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരുന്ന സഹോദരി, കോട്ടയത്തുള്ളൊരു സഹോദരിയുടെ മേൽ ഭൂതം വിട്ടുപോയ സമയത്ത് ആ മകളുടെ മാസങ്ങളായിട്ട്, അവൾക്ക് വർഷങ്ങളായിട്ട് അവൾക്ക് ജോലി സ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല. 3-ാം മാസം തലകറങ്ങി വീഴും, ജോലി ചെയ്യാൻ പറ്റത്തില്ല. പല ഡോക്ടറെ കൊണ്ട് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു മാറ്റവും ഇല്ല, രോഗം മാറുന്നില്ല. ഡോക്ടർ പറയും എനിക്കൊന്നും ചെയ്യാനില്ല, സ്കാൻ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ഒരു മാറ്റവും ഇല്ല. പല മരുന്നും ചെയ്തു, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അവളുടെ മേലുള്ള പിശാചിൻ്റെ ദുരാത്മാവ് ആ പ്രാർത്ഥനയിൽ, ആ കൈവെപ്പ് ശുശ്രൂഷയിൽ വിട്ടുപോയി.
അത് വിട്ടുപോയത് പിന്നെ ഒരു കുഴപ്പമില്ല. ഇന്ന് വിവാഹം കഴിച്ചു, സന്തോഷത്തോടെ ജീവിക്കുന്നു, വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഭൂതം വിട്ടുപോയപ്പം രോഗം വിട്ടുപോയി. രോഗം വിട്ടുപോയപ്പം ഇപ്പോൾ സ്ഥിര വരുമാനം വന്നു, കുടുംബജീവിതം വന്നു, അനുഗ്രഹിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. ആമേൻ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഇനി നിങ്ങളെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പം നാളെ നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ആ ഒരു വാക്കിലോട്ട് പോവുകയാണ്. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഇനി ഈ രാജ്യം നിങ്ങളിലുണ്ടോ? ഈ രാജ്യം നിങ്ങളിലുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്തിലാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് ഈ രാജ്യം കാണാൻ പറ്റുമോ? ഈ രാജ്യത്തിലെ അനുഗ്രഹങ്ങൾ എനിക്ക് അതായത് എന്തുണ്ണും എന്തുടുക്കുമെന്ന് വിചാരപ്പെടേണ്ടെന്ന് യേശു പറഞ്ഞ രാജ്യം ഇത് തന്നെയാണോ? എനിക്ക് എന്തുകൊണ്ട് ടെൻഷൻ വരുന്നു? എനിക്ക് ടെൻഷൻ ഫ്രീ ആകാൻ പറ്റുമോ എന്നൊരു സംശയമൊക്കെ വന്നില്ലേ? ഇനി അതാ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ദൈവരാജ്യം ചേരുന്നത്? അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഇത്ര നേരം നമ്മൾ സമയം പറന്നുപോയി. അപ്പോൾ ഇത് കേട്ടത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി മുതൽ സ്വർഗസ്വനായ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ രാജ്യത്തിലാണോ ഞാൻ? ഈ രാജ്യം വന്നിട്ടുണ്ടോ? ഇതെന്താണ് യേശു? ഓർത്തോണം, യേശു മരിക്കുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന വേണം. ശിഷ്യന്മാർ ചോദിച്ചത് എന്തുവാ? യേശു പഠിപ്പിക്കുമല്ല, അവർ ചോദിച്ചിട്ട് യേശു പറഞ്ഞു കൊടുത്തതാ. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. യേശുവോട് പറയുകയാണ്, ഇപ്പോൾ കർത്താവ് ഞങ്ങൾക്കും കൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാൻ പഠിപ്പിക്കുന്നത് പോലെ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കും. ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഇപ്പോൾ വേണം. എന്നാൽ പിടിച്ചോ കർത്താവ് പറയും, ഇപ്പോൾ ഒരു പ്രാർത്ഥന തരാൻ വേണ്ടി പോവാണ്. രാജ്യം വരണമേ, ഇഷ്ടം നടക്കണമേ, പാപമോചനം ലഭിക്കണമേ, ഞങ്ങൾക്ക് അന്നു വേണ്ടുന്ന ആഹാരം തരണമേ. ഇതിങ്ങനെ പഠിപ്പിച്ചു. എവിടം വരെ പ്രാർത്ഥിക്കണം? എൻ്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം. അതിനുശേഷം നീ എന്ത് ചെയ്യണം? ഈ രാജ്യത്തിൽ കയറണം. ഇനി എങ്ങനെയാണ് ഇതിലോട്ട് കയറുന്നത്? നിങ്ങൾ കയറിയിട്ടുണ്ടോ? നിങ്ങൾ അവിടെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ പരിശോധിക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പം നമുക്ക് ഇത് ഒന്നാമത്തെ ക്ലാസ്സാണ്. ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും കേൾക്കുന്നവർക്ക് ഞാൻ ഈ പാർട്ട് 1 എന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഈ സമയത്ത് രോഗികൾ പ്രാർത്ഥിച്ച്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ശക്തിയിലിരിക്കുന്നത്. രോഗത്തിൻ്റെ ദുരാത്മാവിന് നിങ്ങളുടെ മേൽ ഇനി അധികാരമില്ല. പിശാചിൻ്റെ ആത്മാവിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. കർത്താവേ, നന്ദി യേശുവേ. ഇന്ന് പ്രാർത്ഥിക്കുക. യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞു. സത്യമാണ് പ്രിയരെ. എൻ്റെ അർത്ഥം നിങ്ങളുടെ രോഗം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി ദൈവപ്രവൃത്തി. ഇന്നലെ ഞാൻ നിങ്ങൾ കേട്ടാൽ നമ്മൾ ഈ പ്രവചന ആലോചനകളെ ഒന്നും തുച്ഛീകരിക്കരുതെന്ന് പറയാൻ കാരണം ഇന്നലെ ഒന്നുകൂടി എടുത്തു പറയാം. നിങ്ങൾ ഈ കൂട്ടായ്മയിൽ കയറുന്ന സമയത്ത് നിങ്ങൾ തുടർച്ചയായിട്ട് കയറുന്നതോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, ഇന്നലെ എനിക്കറിയത്തില്ല എത്ര പേര് ഇത് കേട്ടു എന്നറിയത്തില്ല. 1992 91 ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെട്ടിട്ട് ബിബിൻ എന്ന് പറയുന്ന ഒരു മകനെ പറ്റി ദൈവാത്മ വെളിപ്പെടുത്തി. പക്ഷേ ആ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഒരു വാക്ക് ദൈവാത്മ പറഞ്ഞായിരുന്നു, കുടുംബത്തിൽ നിന്ന് മരണത്തിൻ്റെ ശക്തി വിട്ടുപോകുന്നു. എത്ര പേരത് കേട്ടായിരുന്നു? ആ സഹോദരനകത്തുണ്ട്, ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കേട്ടു. ആ സഹോദരി എന്നോട് ഈ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പം അതെന്തുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോലും അറിയാത്ത ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ദുർമരണങ്ങൾ, ഒത്തിരി മരണങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചു. നോക്കുമ്പോൾ ശരിയാണ്, കുറേ മരണം നടക്കുന്നു. എന്നെ കാരണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതിനെ കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെ അറിവിൽ മാത്രമേ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ, അവർ ഈ കാര്യം പറഞ്ഞില്ല, എങ്ങനെ എനിക്കത് മനസ്സിലായി? പറ, എങ്ങനെ എനിക്കത് മനസ്സിലായി? ദൈവം വെളിപ്പെടുത്തി തന്നു. ദൈവാത്മാവ് പറഞ്ഞു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതിന്റെ പേരാണ് ദൈവരാജ്യം. ഇത് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും അനുഗ്രഹങ്ങളുമാണ്. ഒരു വ്യക്തി, അതാണ് യേശു പറഞ്ഞത്, എൻ്റെ രാജ്യം ഈ ലോകം പോലെയല്ല. ഈ ലോകത്തിലൊരു വ്യക്തി എന്ത് ചെയ്യും? കുടുംബത്തിൽ മുഴുവൻ പ്രശ്നമാണ്. അപ്പം നമ്മൾ പറയും, എന്നാ ചെയ്യാൻ, വിധിയാന്ന്, ലോകത്തിൽ ഇങ്ങനെയൊക്കെ ആന്നേ. കണ്ടോ, ഇവിടം കൊണ്ട് നിർത്തുക. പക്ഷെ ദൈവരാജ്യത്തിലുള്ള വ്യക്തിക്ക് മനസ്സിലാവും ഇതിലെന്തോ ഒരു കാരണമുണ്ട്. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അതാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ അനേകരുടെ വീട്ടിൽ പോകുമ്പോൾ ഇതേപോലെ കർത്താവ് വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനക്കാരനാകാതെ അനേകർക്ക് പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. അതിലാണ് നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ. ആമേൻ. അപ്പം നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാവേ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ യേശുവേ, ഇന്ന് തടസ്സങ്ങളിലല്ല ഞാൻ വിശ്വസിക്കുന്നത്, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു.
ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് വെറുതെ ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇന്ന് നിങ്ങൾ എറണാകുളത്തേക്ക് വരാൻ വേണ്ടി തയ്യാറായവർ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാര്യങ്ങൾ ബ്രോഷറുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളവിടെ രോഗികളായി ഭാരപ്പെടുന്നവരെ പ്രാർത്ഥിച്ച് കൂട്ടിക്കൊണ്ട് വരണം. രോഗികളായി ഭാരപ്പെടുന്നവരെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരണം. അവർക്ക് വേണ്ടി അവരോട് പറയണം, കർത്താവ് നിന്നെ സൗഖ്യമാക്കും, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിനക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല പിന്നെ കർത്താവ് ആർക്ക് വേണ്ടി പ്രവർത്തിക്കാനെന്ന് അവരോട് പറയണം. നിനക്ക് വേണ്ടി യേശു പ്രവർത്തിക്കും, നിനക്ക് വേണ്ടി അത്ഭുതം അവൻ ചെയ്യും, നിനക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുമെന്ന് പറയണം. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട് വെച്ച് പറ, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറ. യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനി ഞാൻ രോഗവുമായിട്ട് മല്ലി പിടിക്കേണ്ട കാര്യമില്ല. മാറണേ എന്നുള്ള പ്രാർത്ഥന ഇനി ഇല്ല കേട്ടോ. യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചു, യേശുവിൻ്റെ വേദനകളെ ചുമന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ കർത്താവ് എന്നോട് അഖിൽ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുകയാണ്. ഈ അഖിൽ രാജിന് ഒരു സഹോദരനും കൂടെ ഉണ്ട്. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എൻ്റെ ഒരു വാക്ക് പറയുന്നത്, ചില ഡോക്യുമെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കുകൾ ആ കുടുംബത്തിൻ്റെ മേലുണ്ട്. ആ അഖിൽ രാജിൻ്റെ ഭവനത്തിൽ നിന്നും ഞാൻ കാണുന്നത് ചില ഈ പേപ്പർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ നീക്കുപോക്കുകൾ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, അഖിൽ രാജ് എന്നാണ് ഞാൻ കാണുന്നത്. അതിന് ഒഫീഷ്യൽ നെയിമാണോ? ആരാത്? ബ്രദറെ, എന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ മകനാണ് അഖിൽ രാജ്. ഒരു സഹോദരനുണ്ട് അമൽ രാജ്. അമൽ രാജ് ഈ പറഞ്ഞ കറക്റ്റാണോ? അടയാളം കറക്റ്റാണോ? കറക്റ്റാണ്. അവനോട് പറയണം, ഈ ദിവസങ്ങളിൽ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ദൈവപ്രവൃത്തി നീ കാണാൻ വേണ്ടി പോവാണ്. ചില പേപ്പർ വർക്കുകൾ അത്ഭുതമായി തന്നെ, അത്ഭുതം എന്ന് പറയാൻ കാരണം വെച്ചാൽ നടക്കാത്ത കേസാണ്. അവിടെ പറയണം, നടക്കത്തില്ല, നീ ഒത്ത ഓടിയോ നടക്കത്തില്ല, പക്ഷെ കർത്താവ് അത് നടത്തി തരുമെന്ന് പറയണം. കർത്താവ് ചില അടയാളം, ഞാൻ പറഞ്ഞില്ല, ദൈവാത്മാവ് ഈ പ്രവചന ആലോചന ചില നിങ്ങളെ എന്നോട് ഞാൻ ചോട്ടെ, ഈ സഹോദരനുണ്ടെന്നും ഈ മകന് ഒരു സഹോദരൻ, ഇവൻ്റെ പേര് എല്ലോ എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ സൗരി? പോയോ അത്? ഇല്ല ബ്രദറെ, ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. മറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഈ രാജ്യം വരണേന്നല്ല, ഈ രാജ്യം വന്നിരിക്കുന്നു. വരണേന്നല്ല, വന്നിരിക്കുന്നു. തെളിവുകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ എടുക്കുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവരാജ്യം വന്നിരിക്കുന്നു. രോഗത്തോട് പറ, ദൈവരാജ്യം വന്നിരിക്കുന്നു. ഇനി രോഗമേ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല, ക്യാൻസറേ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല, ട്യൂമറേ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല, പ്രഷറേ, ഷുഗറേ, രോഗമേ, ഏത് പിശാശേ നിനക്കിനി എൻ്റെ മേലോ. ഓ, ദൈവത്തിൻ്റെ രാജ്യം, ഒന്ന് ഉറക്കെ പറ, ദൈവരാജ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ശക്തി, രാജാക്കന്മാരുടെ രാജാവായവൻ, കെരൂബുകളുടെ രാജാവായവൻ, ദൂതർ സംഘത്തിൻ്റെ രാജാവായവൻ, ഇന്ന് ആ രാജ്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓ, ആ രാജ്യത്തിൻ്റെ ശക്തി ഭവനങ്ങളിലേക്ക് വെളിപ്പെടുക. ഓ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു മരം വെട്ടിയിട്ട് ആ മരത്തിൻ്റെ കുറ്റി ഫ്രണ്ട് വശത്ത് തന്നെ നിൽക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വീടിനെ പറ്റി കർത്താവോട് പറയുന്നു, ശൂന്യമായൊരു പടകിൻ്റെ അവസ്ഥയാണ് ആ ഭവനത്തിൻ്റെ അകത്തുള്ളത്. ശൂന്യമായൊരു പടകിൻ്റെ അവസ്ഥയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, വീടിൻ്റെ പുറകിലായിട്ട് ഈ ചാക്കുകൾ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകൾ കിടക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു അടയാളം കർത്താവ് എന്നെ കാണിച്ചതാണ്. എന്നോട് ആ വീടിനെ പറ്റി കർത്താവ് പറയുകയാണ്, ഇതേപോലെ തന്നെ മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലാണ് പല കാര്യങ്ങളും വീടിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത്. മുറിച്ചു മാറ്റപ്പെട്ട അവസ്ഥയിലാണ് പല ബന്ധങ്ങളും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ഷൻ മുറിഞ്ഞു പോയിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു സഹായത്തിന് പോലും കയറി വരാത്തൊരവസ്ഥയിലാണ് ആ ഭവനം പൊക്കോണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കൽപ്പിക്കുന്നു, യേശു തന്ന അധികാരത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരുമെന്നുള്ള വചനത്താൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പോൾ
ആ ഭവനം എന്നെ കേൾക്കുന്ന സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്ന് ഏറ്റെടുത്തു. ആ മുറിക്കപ്പെട്ട ആ മരം പോലെ തന്നെ എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് എല്ലാ വഴിയും അടച്ചിട്ട് എല്ലാ വഴിയും അടച്ച് മറ്റുള്ള മുമ്പിൽ ഇന്ന് കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കടത്തിവിടാൻ നോക്കുന്ന പിശാചിന്റെ സകല തന്ത്രങ്ങളും ഇന്ന് മുറിയുകയാണ് യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞു ഈ പറഞ്ഞ കണക്ക് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മരം കുറ്റിയായിട്ട് നിപ്പുണ്ട്. വീടിന്റെ ബാക്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ചാക്കും ഉണ്ട്. ഇതുവല്ല എന്നോട് പറഞ്ഞിട്ടുണ്ടോ? കാര്യം പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഷോപ്പിലാണെങ്കിൽ കസ്റ്റമർ ഒന്നും വരുന്നില്ല. ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇന്ന് വിടുതല സിസ്റ്റർ, ഇന്ന് അത്ഭുതമാണ് യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥനയോട് നേരിടുന്ന കർത്താവിന് തുറക്കുക സിസ്റ്റർ. ഇനി പിശാചിൻ്റെ ഒരു തന്ത്രവും നമ്മുടെ ജീവിതത്തിൽ കയറാൻ അനുവദിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. രോഗികളായി ഭാരപ്പെടുന്ന മുഴകൾ ഇന്ന് എൻ്റെ കർത്താവ് മുഴകൾ അപ്രതീക്ഷമാകുക. ശരീരത്തിൻ്റെ അകത്ത് രോഗത്തിൻ്റെ മുഴകൾ, ക്യാൻസർ ആണെന്ന് പേടിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്. ഇന്ന് പറയുക, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് വെളിപ്പെടുന്നു. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് വെളിപ്പെടുന്നു. ഞാനൊരു പാസ്പോർട്ട് കർത്താവ് എന്നെ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് 921 എന്ന സംഖ്യയുള്ള ഒരു പാസ്പോർട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ പാസ്പോർട്ട് എന്നെ കാണിക്കുമ്പോൾ തന്നെ കർത്താവിനൊരു വാക്കിങ്ങനെ പറയുകയാണ്. ആ പാസ്പോർട്ടും പിടിച്ചുകൊണ്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു സഹോദരിയുടെ കരവാണ് ഞാൻ കാണുന്നത്. അത് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറിയിട്ട് ഒരു യാത്ര, നന്മയുടെ യാത്രയെ കർത്താവ് ഒരുക്കുന്നതായിട്ട് കർത്താവിനെ കാണിക്കുകയാണ്. പാസ്പോർട്ട് 921 എന്നൊരു നമ്പറുള്ള പാസ്പോർട്ടൊക്കെ ഉള്ളവർ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ തുറന്നു നോക്കി 921 എന്നൊരു നമ്പർ ഒരു ലേഡിയുടെ കരത്തിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അത് കൊടുക്കുന്നതും അത് നിമിത്തം കർത്താവിനെ കാണിക്കുന്ന ഒരു വഴി സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ആ നന്മയുടെ യാത്ര സ്വർഗത്തിലെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളൊരു കാഴ്ച കാണുന്നൊരു വാക്കിൻ്റെ പറയുകയാണ്, സാമ്പത്തിക കുരുക്കുകൾ ഇട്ടിട്ട് ആ നാട്ടിൽ തന്നെ ഒരു കുത്തുകാഴ്ചയാക്കി നിർത്താൻ നോക്കുന്ന പിശാചിൻ്റെ സകല തന്ത്രങ്ങളും ഇന്ന് ബ്രേക്ക് ആകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ തുറക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത കരം ഇന്ന് അവിടെ തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സജോ എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുക. സജോ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അത് ഒഫീഷ്യൽ നെയിമാണ് കരുത്തില്ല. സജോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അടയാളം കാണിക്കുന്നത് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരിക്ക് ഒരു മോളുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ സജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുകയാണ്, നിന്ദകളെ പരിഹാസങ്ങളെ നീക്കി ദേശത്ത് തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പിതാവേ, ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പാ. അവരുടെ നിന്ദകളെ തുടച്ചു നിൽക്കുന്ന ദൈവമാണ്. എന്നെ കാണുന്ന സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, അവിടെ ഇരുന്നുകൊണ്ട് ആമേൻ പറ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം തുറക്കുന്ന ദൈവമാണ്. അവൻ വഴി തുറക്കുന്ന ദൈവമാണ്. അത്ഭുതത്തിൻ്റെ ദൈവമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പാ. കർത്താവെ, ഇന്ന് എന്നെ കാണുന്ന ഒരു കാഴ്ച, ഈ കാലിൻ്റെ ഈ മുട്ടിൻ്റെ മൂളുവശത്തായിട്ട് ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ചിട്ട് ചില സമയത്ത് ഇങ്ങനെ ഈ ബലം പിടിച്ച് നിൽക്കുന്നത് പോലെ, അള്ളിപ്പിടിക്കുന്നത് പോലെ ചില വേദന വന്നിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ അവിടെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ച് ഇനി ആ വേദന വേണ്ട. ഇപ്പോൾ യേശുവിൻ്റെ രോഗത്തെ വഹിച്ചത് കർത്താവ് ക്രൂശിൽ മരിച്ചു, കർത്താവ് ക്രൂശിൽ മുറിവേറ്റു. ഇനി ഞാൻ രോഗിയല്ല, ഞാൻ രോഗിയല്ല, രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല. അമൃതാഞ്ജനും വിക്സും ഒക്കെ എടുക്കാൻ പോകുന്നതിന് മുമ്പ് പറ, രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല. ഡിവൈൻ ഹെൽത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. കർത്താവിൻ്റെ അത്ഭുതം. ഇന്ന് സംസാരിക്കാനല്ലാതെ ആരെങ്കിലും മ്യൂട്ട് മാറ്റുണ്ടെങ്കിൽ എല്ലാവരും മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. സ്ക്രീനെ നോക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പോൾ അത്ഭുതത്തിൻ്റെ ദൈവം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, ഇന്ന് ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പോൾ. ആമേൻ. കർത്താവെ, ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കായിട്ട് ഞങ്ങളിന്ന് വേർതിരിക്കുന്നപ്പോൾ, വലിയ പ്രവർത്തിക്കായിട്ട് വേർതിരിക്കുന്നപ്പോൾ. മൈക്ക് മ്യൂട്ട് ചെയ്ത് നിങ്ങൾ പറയാനല്ലാതെ ആരും മൈക്ക് ഇപ്പോൾ ഓണാക്കണ്ട. പറയാനല്ലാതെ ആരും മൈക്ക് മ്യൂട്ട് മാറ്റണ്ട. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന പരോഗത്താൽ ഭാരപ്പെടുന്നതിന് കൈവച്ച്, അരോഗമുള്ള ഭാഗത്ത് കൈവച്ച് കർത്താവ് നിങ്ങളെ തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്,
യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സൂമിലും ലൈവിലും ഒക്കെ എന്നെ കാണുന്നവർ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ചേ. കാരണം ഈ രോഗമേ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല. രോഗശക്തിയോട് പറയുന്നു, ബ്ലഡിലെ കൗണ്ടുകൾ നോർമലാകും. ദിവ്യ ആരോഗ്യം, ഫിസിക്കൽ സ്ട്രെങ്ത് നിങ്ങളുടെ മേൽ വർദ്ധിക്കുക. ദിവ്യ ആരോഗ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതത്തെ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പാ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹത്വത്താലും വീര്യത്താലും കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ. വലിയ അത്ഭുതം ഞങ്ങളവിടെ കാണും, വലിയ അത്ഭുതം ഞങ്ങളവിടെ കാണും, വലിയ മാറ്റം ഞങ്ങളവിടെ കാണും കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പോൾ അത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ആ വേദന നിങ്ങളുടെ ശരീരം വിട്ട് മാറിയാണ് ഈ നിമിഷം കൽപ്പിക്കുന്നു. ഈ നിമിഷം കൽപ്പിക്കുന്നു. ആ വേദന വിട്ട് മാറി കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. അത്ഭുതം നടന്നിരിക്കുന്നു. ഈ സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെട്ടവരുണ്ടെങ്കിൽ ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾക്കാർ ആമേൻ പറഞ്ഞാൽ മതി. ഈ സമയത്ത് ആദ്യമായി രോഗത്താൽ സൗഖ്യം നടന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. സൗഖ്യം നടന്നവരുണ്ടെങ്കിൽ, രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചവർ, വേദന മാറിയവരുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. ഉള്ളവർ പറഞ്ഞോട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞോട്ടെ. ഹലോ ബ്രദർ. ആ മുട്ടുവേദന പറഞ്ഞില്ലേ, കാലിന്റെ മുട്ടുവേദന. എന്റെ ഫ്രണ്ട് പൂനെയിലായിരിക്കണേ. രാവിലെ തൊട്ട് ആ കുട്ടി ഒരുപാട് ടെൻഷനായിരുന്നേ. കാല് മുട്ടുവേദന പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേ. അപ്പൊ ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു പ്രാർത്ഥിക്കാം കേട്ടോ, ടെൻഷൻ ആവണ്ട, സമാധാനപ്പെടുമെന്ന് പറഞ്ഞു. അതേപോലെ ഒരു 8:30 മണിയാകുമ്പോ ഞാൻ വിളിച്ചു, എങ്ങനെയുണ്ട് വെച്ചപ്പോ എണിക്കാൻ വയ്യ, ഗിരിച്ച് ഭയങ്കര വേദനയാണ് പറഞ്ഞു. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. എന്തായാലും രാത്രി 10 മണിക്ക് ശേഷം നീ വിളിക്കുക എന്നും പറയണ്ട, ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞു. ഇപ്പൊ ബ്രദർ പറയാലും ആ കുട്ടി മെസ്സേജ് അയച്ചു ഓക്കേന്ന്. ദൈവം അവിടെ പ്രവർത്തിച്ചു ബ്രദർ. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ്. ജിലേസ് പറഞ്ഞു തന്നെ, മുംബൈയിലുള്ള ആള് വേദനയാൽ ഭാരപ്പെട്ടു, അവർക്ക് പ്രാർത്ഥിച്ചു, എന്നിട്ട് അവർ പറഞ്ഞു വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച സമയത്ത് സിസ്റ്റർ ഒരു കൺഫർമേഷൻ വേണം, സൗഖ്യമായെങ്കിൽ അവർ ഓക്കെ എന്ന് മെസ്സേജ് അയക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സമയത്ത് തന്നെ അവർ എന്ത് ചെയ്തു, ഓക്കെ എന്നുള്ള മെസ്സേജിൻ്റെ അർത്ഥം സൗഖ്യമായി. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? എനിക്കൊരെണ്ണം പറയാനുണ്ട് ബ്രദറെ. ഞാനൊരു പറഞ്ഞു. മുമ്പ് ഒരു വീട്ടിൽ ഒരു വെരിക്കോസ് വെയിനിന്റെ വലിയ ഒരു വ്രണമായിട്ട് പോയി ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, 9 വർഷമായിട്ട് ഇത് സഹിച്ചുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് വെള്ളം ഒഴുകും നാറ്റവും ഒക്കെ കാരണം പുള്ളിക്കാരത്തിക്ക് ഒരു മനുഷ്യരെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ചും പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരത്തി ശരിക്കും ഉറങ്ങാൻ തുടങ്ങി. അല്ലെങ്കിൽ രാത്രിയിലൊന്നും ഒരിക്കലും ഉറങ്ങാറില്ല, അതുമാതിരി വേദനയായിരുന്നു. അപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു, ഞാൻ നല്ല സുഖമായിട്ട് ഇപ്പൊ കിടന്ന് ഉറങ്ങണത്, ആ വേദനയില്ല. പിന്നെ ആ വ്രണം നകന്ന് കേറി വന്ന് ഇനി ശകലവും കൂടെ ഉണങ്ങാനുള്ളൂ. ഇത് വലിയൊരു സാക്ഷി തന്നെ. ആരുടെ പേരെങ്ങനെയായിരുന്നു? ചിന്നാന്ന് പുള്ളിക്കാരത്തിയുടെ പേര്. അല്ല, ഇപ്പൊ പറയുന്ന സഹോദരുടെ പേരെന്നാ? എന്റെ പേര് അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി സഹോദരി പറഞ്ഞ സാക്ഷ്യം കേട്ടോ. അമ്മുക്കുട്ടി സഹോദരി രോഗസൗഖ്യത്തിന്റെ വചനം കേട്ടാണോ പോകാൻ തയ്യാറായത്? അതെ ബ്രദർ, എനിക്ക് ഒരു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാനായിട്ടൊരു ശക്തി, ഒരു ഇത് തോന്നിയത് തന്നെ ഈ കൂട്ടായ്മയിൽ കയറിയ പിന്നെ. അതുവരെ പ്രാർത്ഥിക്കുമെങ്കിലും മറ്റുള്ളവരുടെ ഇത് കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ധൈര്യം ഇല്ലായിരുന്നു. ഇത് വലിയ സാക്ഷിയോട്ടോ. ഇത് വലിയ 2 സാക്ഷിയുണ്ട്. ഒന്ന് പറഞ്ഞു, അവരുടെ ഇങ്ങോട്ട് കേറുമെന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നോണ്ട് ഒരു ധൈര്യം ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പോകും. ഇത് 2 സാക്ഷ്യമാണ്. ഒന്ന് ആൻറ്റി പറഞ്ഞ തന്നെ, അമ്മുക്കുട്ടി ആൻറ്റി പറഞ്ഞ തന്നെ, ഒന്ന് പ്രാർത്ഥിക്കാൻ പേടിയായിരുന്നു. കാര്യം പലരും പഠിപ്പിച്ചു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിശാച് തിരിച്ചടിക്കും എന്നുള്ള പേടിച്ചിരിക്കുമായിരുന്നു. ഞങ്ങൾ രോഗസൗഖ്യത്തിൻ്റെ ക്ലാസ് കേട്ട മനസ്സിലായി, ഇല്ല, ഒരു തിരിച്ചടിയും കിട്ടത്തില്ല, ഞാൻ അനേകർക്ക് അനുഗ്രഹമാണെന്നുള്ള രോഗസൗഖ്യത്തിൻ്റെ ക്ലാസ് കേട്ട് പറഞ്ഞ പോലെ തന്നെ 9 വർഷമായിട്ട് വെരിക്കോസ് വെയിൻ്റെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സഹോദരിയെ പറ്റിയാണ് പറഞ്ഞത്. ആൻറ്റി എന്ത് ചെയ്തു, ആ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞ വാക്ക് കേട്ടോ, പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ 9 വർഷമായിട്ട് രാത്രി ഉറക്കമില്ലാത്ത ആളായിരുന്നു, സ്വസ്ഥമായിട്ട് ഉറങ്ങി. എനിക്കിപ്പോൾ വേദന പൂർണ്ണമായി മാറി. ആ വ്രണം ചുരുങ്ങി എന്ത് ചെയ്തു, ഉണങ്ങി വന്നു. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ 9 വർഷമായിട്ടുള്ള രോഗമാണ്. 10ാം വർഷത്തോടെ കിടക്കാൻ പോവുക. അതിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ പിശാച് രോഗബന്ധന വിട്ട് കടത്താൻ നോക്കിയതാണ്. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞപ്പോൾ,
രോഗത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. ഒരാൾ 9 വർഷമായിട്ട് വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, ഒരു ആവി വന്നാൽ, കൊതുക് വന്നാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാൻ എന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേദന കൊണ്ട് ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ കേട്ടല്ലേ സാക്ഷ്യം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടോ. നിങ്ങൾ വീട്ടിൽ കുത്തിയിരിക്കില്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്നാൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആ വീട്ടിൽ, ഞാൻ അമ്മക്കുട്ടി ആൻറ്റി പോയി പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉറപ്പായിട്ടും ഇതിന് പ്രതിഫലം ഉണ്ട് കേട്ടോ. കുടുംബത്തിൽ യേശു അത്ഭുതം ചെയ്യും. കർത്താവ് പ്രതിഫലം തരുന്നത് അങ്ങനെയാണ്. മറ്റൊരാൾക്ക് വേണ്ടി സുവിശേഷം പറയുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ നിങ്ങൾ സൗഖ്യമാക്കുമ്പോൾ, അവരുടെ സൗഖ്യത്തിൽ നിങ്ങളൊരു പങ്കാളിയാകുമ്പോൾ, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും പ്രതിഫലമാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ കരയുമ്പോൾ യേശുവിന് വേണ്ടി ഇറങ്ങി അത്ഭുതം നടക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനി ഇതേപോലെ പോകണം, അനേക വീട്ടിൽ പോയിട്ട് പോകണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം, മരിച്ചതിനെ ഉയർപ്പിക്കണം. മത്തായി 10 പറയുന്നത് പോലെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു. 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 പറഞ്ഞു ബ്രദറെ. സാറേ, ബ്രദറെ, എന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഹലോ, കേൾക്കാമോ? പറഞ്ഞു. കേൾക്കും. എന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. ഞാനിപ്പോ 4-5 പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത്. എനിക്കൊരു സുഹൃത്ത് ഇട്ട് തന്നതാണ് ഈ ലിങ്ക്. അപ്പോ ഞാൻ ചിക്കൻ ഗുനിയ വന്ന് തളർന്നു പോയിട്ട് 15 വർഷം കഴിഞ്ഞു സാറേ. അപ്പം ഇപ്പൊ ഞാൻ നടക്കുന്നുണ്ട്. ഒരു 70% എന്നാലും ശരീരത്തിനുള്ളിലുള്ള നല്ല രോഗമുണ്ട്. പിന്നെ ഇത്രയും വർഷമായിട്ട് വേറെ ജോലികളൊന്നും ചെയ്യത്തില്ല. ഇപ്പം ജോലികളൊന്നും അങ്ങനെ ചെയ്യാവുന്ന രീതിയിലല്ല. അപ്പം പിന്നെ കിട്ടുന്ന ചെറിയ ചെറിയ ജോലികളൊന്നും സ്റ്റോപ്പായി പോയി. ബിസിനസ്, ഈ ഇടനിലക്കാരനായിട്ടുള്ള ബിസിനസ് എനിക്കുണ്ട്. അതായത് ഈ സ്ഥലത്തിന്റെ ഒക്കെ കച്ചവടം, അങ്ങനെയുള്ള പല ബിസിനസ് ഒന്നും നടക്കുന്നില്ല. എല്ലാം ഈ നെഗറ്റീവ് ഒന്ന് വരുമ്പോഴും പെട്ടെന്ന് നെഗറ്റീവ് മനസ്സിൽ വരും. പിന്നെ അത് വർക്കൗട്ട് ചെയ്യുന്ന പോലെ ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിൽ പൈസ കയ്യിലോട്ട് കിട്ടേണ്ട സമയത്ത് അത് നിന്നു പോവുക. ഇത്ര വർഷമായിട്ടൊരു പരിപാടിയില്ല. ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് സത്യം പറഞ്ഞ് കഴിയുന്നത്. അപ്പം സാറിന്റെ ബ്രദറെ, ഇത് കേട്ടോണം. ഇത് ഈ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ ഞാൻ ഒരു അങ്ങോട്ട് പറയാം. കർത്താവായ യേശു പറയണം, എൻ്റെ ചിക്കൻ ഗുനിയ നിമിത്തം എൻ്റെ ആരോഗ്യത്തെ കളഞ്ഞു കുടിച്ച ഈ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാണ്. പറയണം, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നന്മയും കരുണയും, സങ്കീർത്തനം 23, നന്മയും കരുണയും എൻ്റെ പുറകെ വരും. ഇനി എൻ്റെ നന്മ നഷ്ടപ്പെടത്തില്ല. ഇതാണ് കർത്താവിലുള്ള നമ്മുടെ ഉറപ്പ്. ബ്രദർ, ഇനി എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നത് പോലെ വചനം പറയണം. യേശു എൻ്റെ രോഗത്തെ വഹിച്ചു. ഇങ്ങനെ പറയണം, യേശു എൻ്റെ ചിക്കൻ ഗുനിയ നിമിത്തം എൻ്റെ ശരീരത്തിലുണ്ടായ തളർച്ച, ബുദ്ധിമുട്ടുള്ള സാക്ഷാൽ യേശു എൻ്റെ രോഗത്തെ വഹിച്ചു എന്ന വചനം ബ്രാക്കറ്റ് ഇട്ടിട്ട് രോഗം എന്നുള്ളിടത്ത് എൻ്റെ രോഗം ചേർക്കുക. പറയുക, എൻ്റെ യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം നടക്കണം. നമുക്ക് വേച്ച് നടക്കുക എന്നുള്ള യേശു പറഞ്ഞ കിടക്ക എടുത്ത് നടക്കാനാണ് പറഞ്ഞത്. സോര, ധൈര്യമായിട്ടിരുന്നോണം. കർത്താവ് നടത്തും. ദൈവം അത്ഭുതമാക്കി മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. ഹലോ, ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ. എനിക്ക് ഞാൻ ഇന്നലെ പറയേണ്ടതായിരുന്നു, പറ്റിയില്ല. എന്റെ മോന് ഇടയ്ക്കിടയ്ക്ക് വയറ് കമ്പിക്കലും ആഹാരം കഴിക്കാൻ പറ്റാതെയും ഒരു അസുഖമുണ്ട്. അത് മരുന്നൊന്നും കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചു നോക്കി, ഒന്നും കമ്മിയില്ല. എത്ര നാളായിട്ട്? ഇത് വർഷങ്ങളായിട്ടുണ്ട്. എത്ര വർഷം? ഇത് ഒരു ചുരുങ്ങിയത് ഒരു 10-20 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അത് മിനിഞ്ഞാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന. അവന് കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, ഛർദ്ദിക്കുന്നുമില്ല. എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാനൊന്നും പറ്റുന്നില്ല. ആശുപത്രിയിൽ പോകാന്ന് പറഞ്ഞാൽ അതും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ മെസ്സേജ് സൂമിൽ കേട്ടിട്ട് ഒന്ന് മയങ്ങി. 11:30 ആകുമ്പോൾ അവൻ എണീറ്റിട്ട് വന്നിട്ട്, അമ്മ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല, അമ്മയൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ ആ സഹോദരി പറയുന്ന പോലെ പേടിച്ചിട്ട് തന്നെയാണ്, ദൈവമേ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ. ഞാൻ അങ്ങനെ മനസ്സുരുക്കി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ അവന്റെ അസുഖത്തിനെ എടുത്തു മാറ്റണം, വയറുവേദന എടുത്തു മാറ്റണം, വയറ് കമ്പിക്കൽ എടുത്തു മാറ്റണം, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഫുള്ള് ഛർദിച്ച് അതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ അവൻ സുഖമായിട്ടൊന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് ചോദിച്ചപ്പോ, ഇല്ലമ്മ ഇപ്പൊ എല്ലാം ശരിയായി പോലെയാണ് കാണുന്നത്, ഒന്നും കാണാനില്ല. അപ്പൊ ഇന്ന് ഇത്രയും നേരം ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് വലിയ സാക്ഷിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് എത്ര വർഷമെന്ന് ചോദിച്ചത്? 20 വർഷമായിട്ട് സിസ്റ്റർ പറഞ്ഞ വീട്ടിൽ ഈ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറഞ്ഞ പോലെ വേദന കൊണ്ട് ഭാരപ്പെടുവാണ്. സ്വന്തം അമ്മയ്ക്ക് ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ എന്ത് ചെയ്തു? ഉള്ള വാചനമെല്ലാം കേട്ടങ്ങ് ബലപ്പെടുത്തി. അവർ പറഞ്ഞ നേരത്തെ പേടിയായിരുന്നു, പ്രാർത്ഥിച്ച പിശാച് അടിക്കുമോ, അല്ലേ, രോഗം നമുക്ക് പകരുമോ എന്നുള്ള പിശാചിന്റെ ഉപദേശമാണത്. പിശാചിന്റെ ഉപദേശമാണ്.
അങ്ങനെയുള്ള ഉപദേശിമാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ എന്ത് ചെയ്തോണം, അവർക്ക് വേണ്ടി സഹോദര കർത്താവ് അവർ സത്യം അറിയാൻ വേണ്ടി അവരെ വിമർശിക്കാൻ എതിർക്കാനൊന്നും പോകരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ചെവി കൊടുക്കരുത്, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കരുത്, അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പറഞ്ഞു തരില്ല അങ്ങനെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ സൗകര്യം അനുസരിച്ച് നോക്കണം. ഈ രണ്ട് സഹോദരിമാരുടെ സാക്ഷി നമുക്ക് കേൾക്കാം. ഇവർ രണ്ടുപേരും പേടിച്ചിരിക്കുക. മകൻ ഒരു സ്ഥലത്ത് മകൻ എന്ത് ചെയ്തു, രോഗത്താൽ ഭാരപ്പെടുന്നു. നമ്മുടെ തുടക്കത്തിൽ കേട്ട ആ സെക്ഷൻ പോലെ തന്നെ പേടിച്ചിരിക്കും രണ്ടുപേരും. അപ്പോൾ എന്ത് ചെയ്തില്ല, ഇവർ പ്രാർത്ഥിക്കത്തില്ല. ഒന്നാമത്തെ സഹോദരി പേടി മാറി പോയി പ്രാർത്ഥിച്ചപ്പോൾ 9 വർഷമായിട്ടുണ്ടായിരുന്ന രോഗസൗഖ്യം നടന്നു. ഇപ്പം കണ്ടില്ല, 20 വർഷമായിട്ടുണ്ടായിരുന്ന രോഗം സ്വന്തം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം. അപ്പോൾ പിശാചിന്റെ കള്ളത്തരമല്ലായിരുന്നോ നീ പ്രാർത്ഥിച്ചാൽ അടി കിട്ടുമെന്നുള്ളത്? കണ്ടോ? ഇതാണ് ദൈവരാജ്യത്തിന്റെ ശക്തി. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. ഇനി അനേകരെ ഇതേപോലെ സൗഖ്യമാക്കുക. അനേക വീട്ടിൽ പോയിട്ട് പറയണം, എൻ്റെ യേശു എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയതുപോലെ നിങ്ങളെയും സൗഖ്യമാക്കും. യേശു ക്രൂശിൽ മരിച്ചത് ഉയർത്തത് കർത്താവിന്റെ അത്ഭുതമാണ്. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു ബ്രദറെ ഞാൻ പറയട്ടെ? പറഞ്ഞു സിസ്റ്ററെ, ധൈര്യമായിട്ട് പറഞ്ഞു ബ്രദറെ. പിന്നെ എന്റെ അമ്മയുടെ അനിയത്തി അമ്പലത്തിൽ 2 നേരം വിളക്ക് വെക്കുന്നതാ. അപ്പൊ കഴിഞ്ഞ ദിവസം പനി പിടിച്ച് വിറയലും പനിയായിട്ട് കിടന്നു. ഞാൻ പോയിട്ട് ഒന്ന് തലക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമാകട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം ഞാൻ പോയിട്ട് വെച്ച് സുഖമായോന്ന്, കുറച്ച് സുഖം ഉണ്ടെന്ന്. കാരണം അവർക്ക് പറയാൻ മടിയാ. അടുത്ത ദിവസം വീടിനടുത്ത് ഒരു ബന്ധു തന്നെയാണ്. ആ കുട്ടി ഇങ്ങനെ ഭയങ്കര കരച്ചില്, ഞാൻ ഇപ്പം മരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരും അടുത്തേക്ക് പോണില്ല, എല്ലാവരും പറഞ്ഞു പോണ്ടാന്ന്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ തന്നെ സിറ്റ് ഔട്ടിൽ ഇരുന്ന്. പിന്നെ എന്റെ മനസ്സ് പറയാ പോന്ന്. പിന്നെ ബ്രദർ പറഞ്ഞിട്ടില്ലേ, മാനസിക രോഗികളെ അടുത്ത് പോകാൻ നിങ്ങൾക്ക് ഭയമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് വന്നാലും വേണ്ടില്ല, പോന്ന് പറയല്ലേ. ഞാൻ അങ്ങോട്ട് പോയി. അവിടുന്ന് ഞാൻ ചോദിച്ചു, ഞാനൊന്ന് അവളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ? അവര് പറഞ്ഞാന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അവള് നല്ല ഉറക്കം ഉറങ്ങി. രാത്രി എഴുന്നേറ്റപ്പോ ഒരു പ്രശ്നമില്ല. അപ്പൊ അവളെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞ്, ഞാൻ പോയിട്ട് അവളെ അടുത്ത് നിന്ന് എന്തെല്ലോ എടുത്തു പോയിട്ടുണ്ട്, അതോടെ അവളെ ഉറങ്ങിപ്പോയിന്ന്. അത് കഴിഞ്ഞ് എന്റെ ഏട്ടന്റെ മോളും അവളെ കുട്ടിയുണ്ട് അവിടെ. അപ്പൊ അവിടെ നല്ല കാൽവേദനയായിട്ട് പൊളഞ്ഞ് കരയുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ. അവൾക്ക് സൗഖ്യമുണ്ടായി. മോൾക്ക് തലവേദനയായിരുന്നു, അതും സൗഖ്യമായി. ഈ ചെറിയ കുട്ടി ബ്രദറെ രാത്രി ഉറക്കേയില്ല കുട്ടിക്ക്. രാത്രി ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഇത് ഉറങ്ങൂല. എന്നിട്ട് കണ്ണിങ്ങനെ തിരുമ്മിയിട്ട് പറയും, ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന്. എന്നിട്ട് എന്റെ കൈയെടുത്ത് മോളെ തലയിൽ വെക്കും, പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലാണ് അവളെ ഉറങ്ങുക. പിന്നെ ഒരമ്മായി ഇന്നലെ പനി പിടിച്ച് കിടക്കായിരുന്നു. ഞാൻ പോയി അമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മായി സൗഖ്യമായി. ഇന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ സുഖമുണ്ടെന്ന് പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇനി അനേകർക്ക് വേണ്ടി ഇതേപോലെ നിങ്ങൾക്ക് രോഗസൗഖ്യത്തിന്റെ ക്ലാസ് കേട്ടത് കൊണ്ടാണോ പോകാൻ പറ്റിയത്? ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല. അത് ചോദിച്ചതുകൊണ്ട് എനിക്കൊരു ധൈര്യം വന്നതാ. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല, നിങ്ങൾക്ക് ആ ക്ലാസ് അനുഗ്രഹമായി എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, അതുകൊണ്ട് ഇത് കേട്ടത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി? അനേക രോഗികൾ ഇന്ന് സൗഖ്യമായത് സാക്ഷി നമുക്ക് കേൾക്കാൻ പറ്റി. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിലോ നിങ്ങൾ അവിടെ പോയിട്ട് സഹതാപം വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചാടിക്കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വിടുതൽ കാണുവാൻ കർത്താവ് ഇടയാക്കി. അപ്പം ഇനി എന്ത് ചെയ്യുക? ഇതേപോലെ അനേകർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം, അനേകരെ സൗഖ്യമാക്കണം. ഇതാണ് ദൈവരാജ്യം. നമ്മളിപ്പോഴും ഇത് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് ഈ കാണുന്നതും കേൾക്കുന്നതും മുഴുവനും. നമ്മൾ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കേൾക്കുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഇനിയും പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഞാനില്ലേ 2 ദിവസം മുന്നേ ഞാൻ ഫ്ലാസ്കില് വെള്ളം തിളപ്പിച്ച് വെച്ച രാത്രി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കാനോടത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിട്ട് ഫ്ലാസ്കില് വെള്ളം, അപ്പൊ നല്ല തിളച്ച വെള്ളമായിരുന്നു. അപ്പൊ ഞാനത് ഫ്ലാസ്കിൽ അടപ്പ് ശരിക്കും അടച്ചില്ല. എന്നിട്ട് കിടക്കാൻ പോകാൻ നേരത്ത് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോ അടപ്പ് മുറുക്കി അടയ്ക്കാത്തോണ്ട് ഫ്ലാസ്ക് ചെരിഞ്ഞിട്ട് ആ വെള്ളം എന്റെ കയ്യിലേക്ക് വീണു. അപ്പൊ എന്റെ കൈ പൊള്ളിയിട്ട് എനിക്ക് പെട്ടെന്ന് ഭയങ്കര പുകച്ചിലായി. ഞാൻ എന്നിട്ട് ഈ ഒരു ഓയിൽമെന്റ് ഉണ്ട് പൊള്ളുന്നതിന് തേക്കുന്ന,
അത് തേച്ചിട്ടും പുകച്ചിൽ മാറുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പുകച്ചിൽ കൂടി വരിക. അപ്പൊ ഞാൻ വേഗം യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നത് ഞാനിങ്ങനെ അപ്പൊ ഈ സൂമിൽ ഞാൻ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുന്ന സമയത്താ ഞാൻ കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പുകച്ചിൽ മാറി. ആമേൻ. തീർച്ചയായിട്ടും ബ്രീസ് പറഞ്ഞത് തന്നെ നമ്മുടെ ഏത് ബുദ്ധിമുട്ടായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഏത് അവസ്ഥ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നുള്ള തെളിവാണ്. പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ അത് വിട്ടുമാറാനിടയിൽ നമുക്കറിയാം. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിങ്ങനെ നിൽക്കത്തുള്ളൂ, വേദനയായിട്ടും പുകച്ചിലുമായിട്ടും. പക്ഷേ ഇൻസ്റ്റൻ്റ്ലി അത് വിട്ടുമാറി. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറ്റാരും കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ഒരു ഇന്നലത്തെ മെസ്സേജിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇന്നലത്തെ മെസ്സേജ് ഏറ്റവും അനുഗ്രഹമായിരുന്നു. എല്ലാരും രക്ഷിക്കപ്പെട്ടു, വിശ്വാസിയായ പിന്നെ അവിശ്വാസിയോട് ഇണയില്ലാപ്പിണ കൂടെ ഇല്ലെന്ന് പറയും. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പേടി വരും. അങ്ങനെയുള്ളവര് മിണ്ടരുതേ, സഹകരിക്കരുതേ എന്നൊക്കെ പറഞ്ഞു. ബ്രദർ പറഞ്ഞു നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ മെസ്സേജ് നമുക്ക് ധൈര്യം തന്നു. താങ്ക് യു ബ്രദർ, താങ്ക് യു. തീർച്ചയായിട്ടും സിസ്റ്ററെ, നമുക്ക് ധൈര്യം തരുന്ന കർത്താവിൻ്റെ വചനമാണ്. ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ സുവിശേഷ സുവിശേഷമാണത്. അത് തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്കും ഇന്ന് അറിയുവാൻ ദൈവം അത് തുറന്നു തന്നു. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ഒത്തിരി സത്യമുണ്ട് ബൈബിളിൽ, നമ്മളറിയാത്ത ഒത്തിരി സത്യങ്ങളുണ്ട്. ദൈവകൃപയാൽ നമുക്ക് ദൈവം അത് തുറന്നു തന്നു. നമ്മുടെ കഴിവല്ല, കർത്താവിന് നമ്മോട് കൃപ തോന്നി. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷിയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഒത്തിരി സാക്ഷിയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇവിടെയുള്ള നമ്മുടെ കൂട്ടായ്മയിലേക്കുള്ള നമ്പറുകളിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വോയിസ് റെക്കോർഡ് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നാളെ നമ്മുടെ പ്രാർത്ഥന ഇച്ചിരി നേരത്തെ തുടങ്ങും. ഇന്ത്യൻ സമയം 8:30 നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ 9 മണിക്ക് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന തുടങ്ങും. നാളെ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയി തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഒത്തിരി പേര് ഇപ്പം ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അറിയിക്കുക. പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു തവണ പ്രെയർ റിക്വസ്റ്റ് അയച്ചു, 2 തവണ പ്രെയർ റിക്വസ്റ്റ് അയച്ചു, 3-ാം തവണ അയക്കുന്ന സമയത്ത് തിരിച്ച് നിങ്ങൾക്കുള്ള മറുപടി ഇനി വചനമായിരിക്കും. ആദ്യം മുതലേ വചനം പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തുന്ന സഹോദരങ്ങൾ, പക്ഷേ പിന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കർത്താവിൽ ഇതേപോലെ അനേകർക്കൊരു അനുഗ്രഹമാകണം. അത്ര പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് സഹായം വേണമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ നിങ്ങൾ ഈ നമ്പറുകളിൽ വിളിച്ചോണം, അവരെ കോൺടാക്ട് ചെയ്തോണം. ഒരു കുഴപ്പമില്ല, പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചോണം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, എപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ച് പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളവിടെ സേഫായിട്ടിരിക്കരുത്. നിങ്ങളും കൂടെ വചനത്താലും ശക്തിയാലും പ്രാർത്ഥിക്കുന്നവരാകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് ലൈവിൽ കാണുന്നവർക്ക് ഞാൻ പറയുവാണ്, നമ്മുടെ മീറ്റിങ്ങിൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ എറണാകുളത്ത് നടക്കുന്ന നമ്മുടെ മീറ്റിംഗ് ഇനി പുതുതായിട്ട് ലൈവിലൊക്കെ കാണുന്നവർ, യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് എറണാകുളത്ത് ഫെബ്രുവരി 18-ാം തീയതി നടക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് സെൻറ്റർ ഹാൾ പാലാരിവട്ടത്താണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാരിഷ് ഹോളിൽ വെച്ചാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരാം. പ്രവചന ആലോചനകളായിക്കോട്ടെ, രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, കർത്താവ് അത് ചെയ്യും. നമ്മുടെ മിടുക്കല്ല. അവിടെ കൊടുത്തേക്കുന്ന പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് മീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരിക. കർത്താവ് നിങ്ങളെ തൊടും, നിങ്ങളുടെ തടസ്സങ്ങളെ കർത്താവ് ഇടപെടും. ആ തടസ്സങ്ങളെ നമ്മളിന്ന് സൂമിൽ കാണുന്നത് പോലെ തന്നെ ലൈവിൽ നമുക്കത് അനുഭവിക്കുവാൻ പറ്റും. ഫിസിക്കലി നമുക്കത് കാണാൻ പറ്റുന്നുള്ള അവസരമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ മീറ്റിംഗ് തുടങ്ങുന്നതിന് കുറച്ച് കാര്യം പറയാനുണ്ട് എനിക്ക്. എന്നെ ഒന്ന് ഓർപ്പിച്ചോണം. ചിലപ്പോൾ എനിക്കത് നാളെ സമയവ്യത്യാസം വന്നത് ചിലപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണത്തില്ല. ഞാൻ ഗ്രൂപ്പിൽ അത് ഇടുന്നതായിരിക്കും. ടൈമിങ് ഒന്ന് ശ്രദ്ധിച്ചോണം. നാളെ മാത്രം പ്രാർത്ഥന നേരത്തെ തുടങ്ങും. തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മെസ്സേജ് വരത്തില്ല. വ്യത്യാസമില്ലെങ്കിൽ മെസ്സേജ് ഒന്നും വരത്തില്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ നാളെ മാറ്റത്തിൻ്റെ മെസ്സേജ് വന്നിരിക്കും. 9 മണിക്കായിരിക്കും പ്രാർത്ഥന, അല്ലെങ്കിൽ 8:30-ക്കായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നമുക്കുണ്ടാകും എന്ന വചനത്താൽ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഉണ്ടാകും എന്ന് പറഞ്ഞു